بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب يسر ولا تعسر رب زدنا علما وحلما وأدبا كاملا رب تمم بالخير والسعادة وبك نستعين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സഹോദരന്മാരെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ നിഅമത്ത് കൊണ്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ദീനീ വിജ്ഞാന സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിജ്ഞാന സദസ്സ് നാളെ ആഖിറത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അള്ളാഹു അത് മഖ്ബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത വിഷയം വളരെ നമ്മുടെ വിശ്വാസപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അൽ ഈമാനു ബിൽ ഖദാഇ വൽ ഖദർ, വിധിയിലുള്ള വിശ്വാസം എന്നാണ് നമ്മൾ ചുരുക്കി പറഞ്ഞ അതിനെക്കുറിച്ച് പറയാറുള്ളത്. നമുക്കറിയാം, നമ്മൾ ഈമാൻ കാര്യങ്ങൾ ഇപ്പം ചെറുപ്പത്തിലെ മദ്രസയിൽ നിന്ന് ഇങ്ങനെ എണ്ണി പഠിച്ചിട്ടുണ്ടാവും. ഈമാൻ കാര്യങ്ങൾ, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ എണ്ണി പഠിച്ചിട്ടുണ്ടാവും. അള്ളാഹുവിൽ വിശ്വസിക്കുക, മലക്കുകളിൽ വിശ്വസിക്കുക, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക, അമ്പിയാക്കന്മാരിൽ വിശ്വസിക്കുക, ഖിയാമത്ത് നാളിൽ വിശ്വസിക്കുക. അങ്ങനെ ആറാമതായി നമ്മൾ പറയുന്ന കാര്യമാണ് വിധിയിലുള്ള വിശ്വാസം. നന്മയും, പൊതുവെ നമ്മൾ മലയാളത്തിൽ എങ്ങനെ പറയും, നന്മയും തിന്മയും എല്ലാം അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇതിങ്ങനെ നമ്മൾ പറയുന്നതിനപ്പുറം, ഒറ്റവാക്കിൽ ഇങ്ങനെ ചൊല്ലി പറയുന്നതിനപ്പുറം ഇത് ഓരോന്നും നമ്മൾ ശരിക്കും പഠിക്കേണ്ടതാണ്. അള്ളാഹുവിലുള്ള വിശ്വാസമാവട്ടെ, അതേപോലെ തന്നെ മലക്കുകളുടെ വിശ്വാസമാവട്ടെ, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെടുന്ന മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ ശരിക്കും പഠിക്കേണ്ടതാണ്. കാരണം നമ്മുടെ ഈമാന്റെ, നമ്മുടെ ഇസ്ലാമിന്റെ അടിത്തറയാണ്. പ്രധാനപ്പെട്ട 6 കാര്യങ്ങളാണ്. ഈ 6 കാര്യങ്ങളും ദൃഢമായി സലഫുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ നമ്മൾ വിശ്വസിച്ചാലേ മുസ്ലിം ആവുകയുള്ളൂ. ഇതിൽ ഒന്ന് വിശ്വസിച്ച് ഒന്ന് വിശ്വസിക്കാതിരുന്നാൽ അവൻ മുസ്ലിം ആവുകയില്ല, അവൻ കാഫിറായിരിക്കും. അതുകൊണ്ട് അതിലേറെ പ്രധാനമുള്ള, വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് അൽ ഈമാനു ബിൽ ഖദാഇ വൽ ഖദർ, വിധിയിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ. പലപ്പോഴും ആളുകൾ ഇതിങ്ങനെ മറ്റു വിഷയങ്ങളെ കുറിച്ച് ചിലപ്പോൾ കുറച്ചുകൂടി അധികരിച്ച് അറിയുന്നവരായിരിക്കും. അള്ളാഹുൽ വിശ്വസിക്കുക, മലക്കുകൾ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ. പക്ഷേ ഖദാ ഖദറിന്റെ വിഷയത്തിൽ പലർക്കും അറിവ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ പിഴവുകൾ സംഭവിക്കുകയും പലരും തെറ്റായ നിലയ്ക്ക് പലതും പറയാനും, ചില ആളുകൾ ഖദർ ശരിക്ക് പഠിക്കാത്തത് കൊണ്ട് നിരീശ്വരവാദത്തിലേക്ക് പോവാനും, ഇതിനൊക്കെ വളരെ ചാൻസ് ഉള്ള, അപകടം പിടിച്ച ഒരു കാര്യമാണ് ശരിക്കും നമ്മൾ ഖദർ പഠിച്ചിട്ടില്ലെങ്കിൽ. പല ആളുകളും യഥാർത്ഥ ഹക്കിൽ തെറ്റിപ്പോകുന്നൊരു വിഷയം കൂടിയാണ് ഖദർ പഠിച്ചിട്ടില്ലെങ്കിൽ. പലപ്പോഴും നിരീശ്വരവാദികൾ തന്നെ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംശയമാണ്. അതേപോലെ ചിലപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് പോലും അറിയുണ്ടാവുകയില്ല. പലപ്പോഴും അള്ളാഹു സൗഭാഗ്യവാനാണോ, അതല്ല ദൗർഭാഗ്യവാനാണോ എന്നൊക്കെ അള്ളാഹു വിധിച്ചതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും, നന്മയാവട്ടെ തിന്മയാവട്ടെ, ഇതെല്ലാം അള്ളാഹു പടച്ചതാണ്, സംശയമില്ല. അപ്പൊ പിന്നെ ഞാനിനി എന്തിനാണ് അമല് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുന്നതേ ലോകത്തോർക്കും ഉദ്ദേശിക്കാൻ പറ്റും. അള്ളാഹുവിന്റെ ഉദ്ദേശത്തിനപ്പുറം ഒരിക്കലും ഒരാൾക്കും സാധിക്കുകയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് സംശയം, ആളുകൾ അറിവില്ലായ്മ കൊണ്ട് പറയും, ചില ആളുകൾ ശരിക്കും പഠിക്കാത്തത് കൊണ്ട് തെറ്റിപ്പോകും. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്നതേ മറ്റൊരാൾ ഉദ്ദേശിക്കൂ എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും തിന്മകൾ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പോ അവന്റെ തിന്മയും അത് അള്ളാഹു ഉദ്ദേശിച്ചതാണോ? അപ്പൊ അള്ളാഹു തിന്മയെ തൃപ്തിപ്പെടുവോ? അത് ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ഒരാൾ തിന്മ ചെയ്യുമ്പോൾ അത് അള്ളാഹു ഉദ്ദേശിച്ച്, അത് അള്ളാഹുവിന്റെ ഉദ്ദേശത്തിൽ പെട്ടതല്ല
എന്ന നിലക്ക് ചില ആളുകൾ, ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളും ഇങ്ങനെ നിരീശ്വരവാദികളല്ലാത്ത ആളുകളും ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ട്. ചില ആളുകൾ അങ്ങനെ സംശയം ചോദിക്കാറുണ്ട്. ചില ആളുകൾ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ട്, അതായത് അള്ളാഹു ഉദ്ദേശിക്കുന്നതേ നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റൂ, അതിനപ്പുറം ഒന്നും പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹറാമുകൾ, കുഫറുകൾ, അങ്ങനെ പല തിന്മയുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടാണോ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും. പക്ഷെ അതെങ്ങനെ നമ്മൾ സലഫുകൾ മനസ്സിലാക്കിയതുപോലെ യഥാപ്രകാരം മനസ്സിലാക്കിയ ഒരു കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് നമുക്കത് അവസാനം പറയാം. ഞാൻ ആളുകൾ തെറ്റിപ്പോകുന്ന ഒരു വഴി പറഞ്ഞതാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അള്ളാഹു തിന്മ ഉദ്ദേശിക്കുന്നു, അള്ളാഹു അത് ഇഷ്ടപ്പെടുക, അത് ശരിയല്ല. അതുകൊണ്ട് ഒരാൾ തിന്മ ഉദ്ദേശിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ മശീഅത്തിൽ, അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് കീഴിലല്ല എന്ന അപകടത്തിലേക്ക് അവർ പോയി. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്താ അപകടം എന്നറിയോ? ഒരാൾ ഒരു തിന്മ ഉദ്ദേശിക്കുക, അപ്പൊ ഇത് റബ്ബിന്റെ ഉദ്ദേശത്തിൽ പെട്ടതല്ല, റബ്ബിന്റെ ഉദ്ദേശത്തിൽ പെട്ടതല്ല എന്ന് പറയുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാകുക? വലിയൊരു അപകടമുണ്ട്. എന്താ? അള്ളാഹുവിന്റെ അധികാരത്തിലുള്ള, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള ഈ ലോകത്ത് അള്ളാഹുവിന്റെ ഉദ്ദേശമില്ലാതെ ഒരാൾ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാ അള്ളാഹുവിലേക്ക് ഒരു അജിസിനെ, അശക്തിയെ, ഒരു ദുർബലത ചേർക്കാൻ. അള്ളാഹു അറിയാതെ ഈ ലോകത്ത് വേറൊരു കാര്യം ഒരാൾ ഉദ്ദേശിക്കാന്ന് പറയുമ്പോ മനസ്സിലാവുണ്ടെങ്കിൽ വലിയ അപകടമാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ച് നമുക്ക് അവസാനം പറയാം, അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ യഥാർത്ഥ നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കി ഒരു പ്രശ്നവും വരില്ല. പിന്നെ ഖദർ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും സലഫുകളും നമുക്ക് ഖദറിനെ കുറിച്ച് എത്ര പറഞ്ഞു തന്നിട്ടുണ്ടോ അതിൽ ഒതുങ്ങുക. അതിനപ്പുറം ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ സ്വന്തം വക കൂട്ടി പറയുമ്പോൾ അപകടത്തിലേക്ക് പോകും. ഈ ഖദർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളാണ്. അള്ളാഹുവിന്റെ എല്ലാ പ്രവർത്തനത്തെക്കുറിച്ചും എനിക്ക് മനസ്സിലാവണം, ഞാൻ തീർച്ചയായും മുഴുവനും ഞാൻ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യമല്ല. നമ്മൾ ഈ ലോകത്ത് വളരെ ദുർബലന്മാരാണ്. ആകാശവും ഭൂമിയും അള്ളാഹു ചോദിച്ചില്ലേ, അഅൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാ, അല്ല നിങ്ങളാണോ സൃഷ്ടിക്കാൻ ബുദ്ധിമുട്ട്, അതല്ല ആകാശത്തെയോ? അള്ളാഹ് പറഞ്ഞു ബനാഹ. അള്ളാഹുവിനെ സംബന്ധിച്ച് എല്ലാം സിമ്പിളാണ്. പക്ഷെ നമ്മൾ പൊതുവെ ചിന്തിക്കുമ്പോൾ നമ്മേക്കാളും എത്രയോ റിസ്ക്കാണ് എന്ത് ആകാശം സൃഷ്ടിക്കുക എന്നുള്ളത്. പക്ഷെ ആ ആകാശത്തെ പോലെ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ എല്ലാ ഇൽമും, അള്ളാഹുവിനെ കുറിച്ചുള്ള എല്ലാ കാര്യവും എനിക്കറിയണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് അത് വിഡ്ഢിത്തമാണ്, നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഖദറിന്റെ പല വിഷയങ്ങളും നമ്മൾ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം. അതിര് കടന്നാൽ നമുക്ക് നമ്മുടെ സ്വന്തം അഭിപ്രായം കൊണ്ട് നമ്മൾ പറയാൻ തുടങ്ങിയാൽ എവിടെ എത്തൂല. അതുകൊണ്ട് ചില കാര്യങ്ങൾ അതാ നമുക്കറിയാത്തതായിരിക്കും, അറിയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ മാത്രം ഒതുങ്ങി പറയാം, അതിനപ്പുറം അല്ലാഹു അഅലം. ഏതായാലും ഇതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഖദർ എന്നാണ് നമ്മൾ പറയുക. ഖദർ ദാലിന് ഫത്ഹായിട്ട് പറയാം. ഖദർ എന്ന് പറഞ്ഞാൽ അത് രണ്ട് രൂപത്തിൽ ഉപയോഗിക്കും, രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കും. തഖ്ദീർ, അറബിയിൽ മസ്ദർ എന്ന് പറയും. തഖ്ദീർ, വിധിക്കൽ, നിർണയിക്കൽ എന്ന അർത്ഥത്തിന് നമ്മൾ എന്ത് പറയും? ഖദർ. ഇപ്പോ അള്ളാഹു ഇവിടെ മഴ പെയ്യാൻ അല്ലെ ഒരു കാര്യം ഉണ്ടാവാൻ ഉദ്ദേശിക്കുന്നു, അതിനെന്ത് പറയാം? ഖദർ എന്ന് പറയാം. അപ്പൊ എന്താ അർത്ഥം? തഖ്ദീർ, ഉദ്ദേശിക്കൽ. മനസ്സിലായോ? തഖ്ദീർ, ഉദ്ദേശിക്കൽ. അള്ളാഹു തഖ്ദീർ ചെയ്യുക, അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നു, അള്ളാഹു വിധിക്കുന്നു എന്ന് പറയാം. അതേപോലെ തന്നെ ഖദർ എന്ന് പറഞ്ഞാൽ അള്ളാഹു വിധിച്ച കാര്യങ്ങൾക്കും മഫ്ഊൽ, അതിന് നമ്മൾ എന്ത് പറയും? ഖദർ എന്ന് പറയാം. ഉദാഹരണം, ഇപ്പോ നമ്മളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ ഇരിക്കുക എന്നുള്ള കാര്യം അള്ളാഹു ഖദറാക്കിയതാണ്. ഖദറാൻ എന്ന് പറഞ്ഞാൽ എന്താ? മഖ്ദൂർ, അള്ളാഹു കണക്കാക്കിയ ഇവിടെ ഉണ്ടായ ഒന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? അള്ളാഹു ഉദ്ദേശിക്കൽ, നിർണയിക്കൽ എന്ന അർത്ഥത്തിനും ഇവിടെ ഉണ്ടായ അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ച് ഉണ്ടായതിനും എന്ത് പറയാ? ഖദർ. മനസ്സിലാവുണ്ടോ? പറയുന്നത് മനസ്സിലാവുണ്ടോ? ശരിക്കും നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. അത് നമ്മൾ മുമ്പ് പഠിക്കാത്തത് കൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് കേൾക്കുമ്പോൾ പലതും ചിലപ്പോൾ മനസ്സിലാവാത്ത വിഷയം തോന്നിയാൽ നമ്മൾ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. ഏതായാലും ഖദർ എന്ന് പറയുമ്പോൾ അള്ളാഹു വിധിക്കൽ എന്നുള്ളതിനും ഖദർ എന്ന് പറയാ. വിധിച്ചിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, ഭൂമി അള്ളാഹുവിന്റെ ഖദറാണ്. അള്ളാഹു എന്താണ് നിശ്ചയിച്ചതാണ്, ഇവിടെ സൃഷ്ടിച്ചതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതിനെന്ത് പറയാ? ഖദർ എന്ന് പറയാ. മനസ്സിലായോ? രണ്ടും മനസ്സിലായില്ലേ? ഈ അൽ ഖദാഉ വൽ ഖദറു എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ അർത്ഥത്തിലാണ്
പൊതുവെ പണ്ഡിതന്മാർ ഉപയോഗിക്കുക. ഖദാ എന്ന് പറഞ്ഞാലും ഖദർ എന്ന് പറഞ്ഞാൽ എന്താ, വിധിക്കുക. രണ്ടും ഒരേ അർത്ഥത്തിന് ഉപയോഗിക്കാം. ചിലപ്പോൾ ഇത് രണ്ടും അടുത്ത് വരുമ്പോൾ രണ്ടിനും വേറെ വേറെ അർത്ഥം കൊടുത്ത പണ്ഡിതന്മാർ കാണാം. രണ്ടും അടുത്ത് വരുമ്പോൾ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ, അല്ലാതെ ഒറ്റക്ക് ഒരു സ്ഥലത്ത് ഖദാ എന്ന് ഉപയോഗിച്ചാൽ നമുക്ക് വിധിക്കൽ, ഖദാവും ഖദർ ഒരേ അർത്ഥം തന്നെ. ഒരു സ്ഥലത്ത് ഖദർ എന്ന് മാത്രം ഉപയോഗിച്ചാൽ ഖദാ ഖദർ ഒരേ അർത്ഥം തന്നെ. എന്താ, വിധിക്കുക, നിർണയിക്കുക നമുക്ക് പറയാം. രണ്ടും അടുത്ത് വരുമ്പോൾ ചെറിയ വ്യത്യാസം പണ്ഡിതന്മാർ പറയും. അതായത് ഖദർ എന്ന് പറഞ്ഞാൽ നിർണയിക്കുക എന്ന കാര്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടി തീരുമാനിക്കുക, നിർണയിക്കുക. ഖദാ എന്ന് പറഞ്ഞാൽ ആ ഉണ്ടാകാൻ വേണ്ടി ഉണ്ടാവാനും ഉണ്ടാതിരിക്കാനും ഇങ്ങനെ ആ സമയത്ത് എന്താണ് വിധിക്കുക എന്ന് പറയും. രണ്ടും അടുപ്പിച്ച് വരുമ്പോൾ ചില വ്യത്യാസങ്ങൾ പറയും. മനസ്സിലാവുന്നുണ്ടോ? പൊതുവെ അത് രണ്ടും എന്താ, ഒരേ അർത്ഥത്തിൽ തന്നെയാണ് പണ്ഡിതന്മാർ ഉപയോഗിക്കുക. വിധിക്കുക, നിർണയിക്കുക, ഖദാഉ വൽ ഖദർ എന്ന് പറഞ്ഞാൽ. ഇതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പേ ഈ ഖദാ വൽ ഖദർ നമ്മൾ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് ഖൈറുകളുണ്ട്. ഖദാ ഖദർ പഠിക്കുന്നതിലൂടെ ഒരുപാട് ഖൈർ നമുക്ക് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അജബൻ ലി അംരിൽ മുഅ്മിൻ. എന്താണ്, ഒരു മുഅ്മിന്റെ കാര്യം വലിയ അത്ഭുതമാണ്. അതങ്ങനെ പറയാൻ കാരണം, അവന് എന്ത് ജീവിതത്തിൽ എന്ത് പ്രയാസം ഉണ്ടായാലും ശരി, എന്ത് പ്രയാസം വന്നാലും അവനെ സംബന്ധിച്ചിടത്തോളം അവനെന്താണ്, ക്ഷമിക്കാനുള്ള കഴിവുണ്ടാവും. അതുകൊണ്ട് അവന് കൂലിയാൻ. എത്ര വലിയ പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ ജീവിതത്തിലുണ്ടായാലും ഖദാ ഖദർ പഠിച്ചവനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം എന്ത് മുസീബത്തുണ്ടായാലും എൻ്റെ സന്താനങ്ങളൊക്കെ മരിച്ചു പോവാൻ, അല്ലെ എൻ്റെ സാമ്പത്തികമായി വല്ലാത്ത എനിക്ക് പരീക്ഷണമാണ്, എത്ര വലിയ ബുദ്ധിമുട്ടായാലും ഖദാ ഖദർ പഠിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിലേക്ക് വരും, ഇതെൻ്റെ റബ്ബ് വിധിച്ചതാണ്, അൽഹംദുലില്ലാഹ്, അതിൽ ഞാൻ തൃപ്തനാണ്. അതുകൊണ്ട് അവന് ക്ഷമിക്കാൻ, അതുകൊണ്ട് അവന് കൂലി, അവന് ഖൈറാൻ. അതേപോലെ ഖൈറാത്തുകൾ അവനുണ്ടാകുമ്പോഴും റബ്ബിന് അവന് ശുക്ർ കാണിക്കും. ഇതൊരു മുഅ്മിന് മാത്രമേ കിട്ടൂ. അതുകൊണ്ടാണല്ലോ നോക്കി, ഒരു ഈമാൻ ഇല്ലാത്ത, തൗഹീദ് ഇല്ലാത്ത, യഥാർത്ഥ ഇൽമ് പഠിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ മുസീബത്തുകൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാവുമോ അവന് പിടിച്ചിക്കാൻ പറ്റൂല. വലിയ സമ്പത്തൊക്കെ ഉണ്ടാവും, കോടീശ്വരന്മാരായിരിക്കും. ഇതൊന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ചുറ്റുപാടും ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല അവസ്ഥകളും ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. നല്ല കോടീശ്വരനായിരിക്കും, പക്ഷെ ഒരു സുപ്രഭാതത്തിൽ കേൾക്കാം തൂങ്ങി മരിച്ചു, ആത്മഹത്യ ചെയ്തു. ഒക്കെ സമൂഹത്തിലെ ആളുകൾ വലുതായി കാണുന്ന ദീനില്ലാത്ത പല ആളുകളായിരിക്കും, ചിലപ്പോൾ കുഫാറുകളായിരിക്കും. അവർക്കൊന്നും എന്താ, ഈ ഇൽമി ഖദാ ഖദർ ശരിക്ക് പഠിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം, ഈമാൻ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറിയ മുസീബത്തുകൾ വരുമ്പോഴേക്കും പിടിച്ചിക്കാൻ കഴിയൂല, തളർന്നു പോവാ. അവര് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന വലിയ തെറ്റിലേക്ക് പോകുന്ന എത്ര ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. സമ്പത്തിന്റെ കുറവൊന്നാവില്ലല്ലോ, എല്ലാവർക്കും നല്ല ദുനിയാവ് ഉണ്ടാവും. പക്ഷെ പ്രയാസം വരുമ്പോ കഴിഞ്ഞ് എത്ര ആത്മഹത്യകൾ നമ്മൾ കേൾക്കുന്നു. ഇപ്പോ മുസ്ലിം പേരുള്ള ആളുകളിൽ നിന്ന് പോലും നമ്മൾ കേൾക്കുന്നുണ്ട് ആത്മഹത്യകൾ ധാരാളം. എന്തുകൊണ്ടാ? ഇൽമില്ലാത്തത് കൊണ്ടാ. അള്ളാഹുവിന്റെ ഖദാ ഖദർ പഠിച്ച എന്ത് ഖൈറാവട്ടെ ഷർറാവട്ടെ എന്ത് സംഭവിച്ചാലും ഇതെല്ലാം റബ്ബിന്റെ അടുക്കലിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കിയവനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എന്തുണ്ടാവില്ല, അവൻ അക്ഷമനാവുകയില്ല, എത്ര വലിയ മുസീബത്ത് വന്നാലും. അതാണ് ഒരു മുഅ്മിന്റെ വലിയ ഖൈറായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മുഅ്മിന്റെ മാത്രമുള്ള ഗുണമാണത്. അവന് പിടിച്ചു നിർത്താൻ, എന്തും അവന് തരണം ചെയ്യാൻ കഴിയും. അത് അവനിന്റെ ഈമാന്റെ പവർ അനുസരിച്ചാണ്. അപ്പോൾ ഇതേപോലെ ധാരാളം ഫായിദകൾ പണ്ഡിതന്മാർ ഇത് പഠിക്കുന്നതിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമി റഹ്മഹുല്ലാഹ്, ഇബ്നു തൈമിയ റഹ്മഹുല്ലയുടെ അൽ അഖീദത്തുൽ വാസിയത്തിന്റെ ഷറഹിൽ, വാസിയത്തിന്റെ ഷറഹിൽ 7 ഫായിദകൾ ഇബ്നു ഉസൈമി റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്. ആ 7 ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടുണ്ടാവും നമുക്ക് ഗുണ. ഈ വിഷയം നമ്മൾ പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണാണ്. അതിൽ ഒന്നാമത്തേത് ഇബ്നു ഉസൈമി റഹ്മഹുല്ലാഹ് പറയുന്നത്, വലിൽ ഈമാനി ബിൽ ഖദരി ഫവായിദ്, ഖദറിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ധാരാളം പ്രയോജനങ്ങൾ നമുക്കുണ്ട്. അതിലൊന്നും കാര്യങ്ങള്, അന്നഹു മിൻ തമാമിൽ ഈമാൻ വലാ യതിമ്മുൽ ഈമാനു ഇല്ലാ ബിദാലിക്. ഈ ഖദറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഈമാനിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. ഈമാനിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. ഖദാ ഖദറിലെ വിശ്വാസമില്ലാതെ ഒരിക്കലും എന്താവൂല, ഒരാളുടെ വിശ്വാസം പൂർണ്ണമാവുകയില്ല. ഖദറിലുള്ള വിധിയിലുള്ള വിശ്വാസം അത് ശരിയാവാതെ ഒരാളുടെ ഈമാൻ ഒരിക്കലും പൂർണ്ണമാവുകയില്ല. രണ്ടാമതായി ഇബ്നു ഉസൈമി റഹ്മഹുല്ലാഹ് പറയാണ്, അന്നഹു മിൻ തമാമിൽ ഈമാനി ബിർറുബൂബിയ്യ ലിഅന്ന ഖദറുല്ലാഹി മിൻ അഫ്ആലിഹി.
നമ്മളെ ഈ ഖദറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇത് തൗഹീദിന്റെ നമ്മൾ തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദ് ബി അസ്മാഇ വസിഫാത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് മൂന്നുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് വിധിയിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ. അതിൽ ഏറ്റവും കൂടുതൽ ഈ ഖദറുള്ള വിശ്വാസം ബന്ധപ്പെട്ട് കിടക്കുന്നത് റുബൂബിയത്തിലുള്ള വിശ്വാസത്തോടാണ്. കാരണം റുബൂബിയത്തിൽ വിശ്വസിക്കാൻ എന്താ, അള്ളാഹുവിന്റെ അഫ്ആലുകളിൽ, പ്രവർത്തനങ്ങളിൽ വേറൊരാൾക്കും പങ്കില്ല. എന്നാൽ അതിന്റെ അള്ളാഹുവിന്റെ ആ അഫ്ആലുകളിൽ അള്ളാഹുവിനെ നമ്മൾ ഏകനാക്കാൻ, മഴ പെയ്യിപ്പിക്കുന്നവൻ, ഈ ലോകം സൃഷ്ടിക്കുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്, ഒരാൾക്ക് അതിൽ പങ്കില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ഈ റുബൂബിയത്തുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ ഖദറുള്ള വിശ്വാസം റുബൂബിയത്തിന്റെ വിശ്വാസവുമായിട്ടാണ്. കാരണം എന്താ, അള്ളാഹുവിന്റെ ഖദർ എന്ന് പറയുമ്പോൾ അത് റബ്ബിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നു, ഇന്ന് ഈ ഭൂമി എവിടെ ഉണ്ടാക്കാൻ, ആകാശഭൂമി, അങ്ങനെ ഓരോന്നും ഉണ്ടാവാൻ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് ഏതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, ആ റുബൂബിയത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. രണ്ടാമത് ബന്ധപ്പെട്ട് കിടക്കുന്നത് അസ്മാഉ സിഫാത്തുമായിട്ടാണ്. അള്ളാഹുവിന്റെ കമാലിയത്തിന്, അള്ളാഹുവിന്റെ എല്ലാ നിലക്കും പരിപൂർണനാണ്, അള്ളാഹു അൽ ഖാദിർ, എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നൊക്കെ അറിയിച്ചു തരുന്ന അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുമായും ഇതിന് ബന്ധമുണ്ട്. മൂന്നാമതായി ഉലൂഹിയത്തുമായിട്ടും ബന്ധമുണ്ട്. എന്താണ് ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ? ഇബാദത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം നൽകാൻ. അപ്പോൾ ഒരാൾ നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിക കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ, അതിനുള്ള കഴിവൊക്കെ ആരാണ് പടച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒരാൾ അവൻ നിസ്കരിക്കുമ്പോൾ ആ നിസ്കരിക്കാനുള്ള അവന്റെ ആ പ്രവൃത്തിയെയും അതേപോലെ അവന്റെ കഴിവിനെയും ആരാണ് പടച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതിലൊക്കെ പിഴച്ചുപോയ ആളുകളുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാവുണ്ടോ? അപ്പൊ ഏതുമായി ബന്ധമുണ്ട്? ഉലൂഹിയത്തുമായി. അത് മൂന്നുമായിട്ടും ബന്ധമുള്ളതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ബന്ധം ഏതിനോടാ? റുബൂബിയത്തിനോടാണ്. അതുകൊണ്ടാണ് റുബൂബിയത്തിന്റെ പൂർണ്ണതയ്ക്ക്, റുബൂബിയത്തിലുള്ള വിശ്വാസം അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അള്ളാഹു മാത്രമാണ്, അതിൽ മറ്റാർക്കും പങ്കില്ല എന്ന് റുബൂബിയത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ അതിന്റെ പൂർണ്ണതയ്ക്ക് വളരെ അനിവാര്യമാണ് ഇത് ഖദറിലുള്ള വിശ്വാസം. മൂന്നാമതായി ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ പറയാൻ, റദ്ദുൽ ഇൻസാനി ഉമൂറഹു ഇലാ റബ്ബിഹി ലിഅന്നഹു ഇദാ അലിമ അന്ന കുല്ല ഷൈഇൻ ബിഖദാഇഹി വഖദരിഹി ഫഇന്നഹു സയർജിഉ ഇലല്ലാഹ് ഫി ദഫ്ഇദ് ദർറാഇ വറഫ്ഇഹാ വയുദീഫു അസ്സറാഇ ഇലല്ലാഹ്. അതായത് ഖദറിൽ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ കാര്യങ്ങളും റബ്ബിലേക്ക് മടക്കാൻ അവന് സാധിക്കും. എല്ലാ കാര്യങ്ങളും. കാരണം ഞാൻ എന്ത് ചെയ്യുമ്പോഴും എല്ലാം തന്നെ അള്ളാഹുവിന്റെ ഖദാ അനുസരിച്ചാണ്, അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ചാണ് ഇവിടെ നടക്കുന്നത് എന്ന് അവന് മനസ്സിലാകുമ്പോ, ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ സംഭവിക്കുമ്പോൾ, ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിക്കുമ്പോൾ അത് അവനിൽ നിന്ന് പ്രയാസം ഇല്ലാതാവാൻ വേണ്ടി അവൻ ആരിലേക്ക് മടങ്ങുക? അള്ളാഹുവിലേക്ക്. കാരണം എനിക്ക് എന്ത് പ്രയാസമുണ്ടായാലും ഇത് റബ്ബിന്റെ ഖദാ ഖദർ അനുസരിച്ചാണ്, അള്ളാഹുവിന്റെ വിധി അനുസരിച്ചാണ് ഇത് സംഭവിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം, എനിക്കൊരു പ്രയാസം വന്നു, ഇതെന്റെ റബ്ബാണ് എനിക്ക് വിധിച്ചത്, അതുകൊണ്ട് ഈ പ്രയാസം എന്നിൽ നിന്ന് ഉയർത്താൻ ആർക്കെ സാധിക്കൂ? എന്റെ റബ്ബിനെ സാധിക്കൂ. അതുകൊണ്ട് ശരിയായ ബോധം അവനുണ്ടാവും. അതുകൊണ്ട് തന്നെ അള്ളാഹുലേക്ക് അവൻ മടങ്ങും, അള്ളാഹുവിടെ അവൻ ദുആ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ, എനിക്ക് വലിയ സമ്പത്തുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, ഇങ്ങനെ എല്ലാ ഹൈറുകളും പല ഹൈറുകളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവന് മനസ്സിലാവും, ഇതൊക്കെ ആരാ എനിക്ക് വിധിച്ചത്? എന്റെ റബ്ബാണ്. അതുകൊണ്ട് അതെല്ലാം അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാൻ, ഇത് അള്ളാഹുവിന്റെ ഫദ്ല്, അള്ളാഹു എനിക്ക് തന്ന ഔദാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ അവന് സാധിക്കും. നാലാമതായി ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ പറയാ, ഖദറിൽ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം, അത് പഠിച്ച് മനസ്സിലാക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം, അന്നൽ ഇൻസാന യഅരിഫു ഖദറ നഫ്സിഹി, ഓരോരുത്തരും അവന്റെ നഫ്സിന്റെ വില അവന് മനസ്സിലാക്കാൻ സാധിക്കും. വലാ യഫ്ഖറു ഇദാ ഫഅലൽ ഖൈർ, ഒരു ഖൈർ ചെയ്യുമ്പോൾ കിബ്ർ ഇല്ലാതിരിക്കാൻ, അഹങ്കാരമില്ലാതിരിക്കാൻ, ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെ എന്തെങ്കിലും ഞാൻ കണ്ടുപിടിച്ച് അല്ലെ എന്തെങ്കിലും ഞാൻ ഒന്ന് ഉണ്ടാക്കിയാൽ
ഇതൊക്കെ ഞാൻ മാത്രം മതി എന്ന അഹങ്കാരം ഉണ്ടല്ലോ, അതങ്ങോട്ട് പോകും. എന്താ കാരണം? അവന്റെ ഖദർ അവനും ഞാൻ എന്തുണ്ടാക്കിയാലും, എനിക്ക് എത്ര സമ്പത്ത് ഉണ്ടായാലും, ഞാൻ എന്തിവിടെ ലോകത്ത് വലിയ എന്ത് കണ്ടുപിടുത്തം നടത്തിയാലും ഇതൊക്കെ എവിടുന്നാ? എൻ്റെ റബ്ബ് എനിക്ക് വിധിച്ചതാണ്, എൻ്റെ റബ്ബ് എനിക്ക് വിധിച്ചതാണ്. ഞാൻ ദുർബലനാണ്, ഇതെന്റെ എൻ്റെ അനുഗ്രഹമാണ് എന്നവന് ബോധ്യം ഉണ്ടാവും, കിബർ ഉണ്ടാവില്ല. അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം നോക്കി, ഇന്ന് ദുനിയാവിലെ ആളുകൾ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ ആളുകൾ കണ്ടുപിടിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ശാസ്ത്രജ്ഞൻ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെ ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് വലിയ ഡോക്ടറാണ്, അല്ലെ എഞ്ചിനീയറാണ്, അല്ലെ കലക്ടറാണ്, അല്ലെങ്കിൽ വലിയ ശാസ്ത്രജ്ഞനാന്നൊക്കെ പറയുമ്പോൾ വലിയ ആളായിട്ട് അവനെ കാണാം. പക്ഷേ അവൻ അതിനുള്ള കഴിവ് നൽകിയ, വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാൻ കഴിവ് നൽകിയ റബ്ബിന്റെ ഖുദ്റത്തിനെ, കഴിവിനെ മനസ്സിലാക്കുന്ന ആളുകൾ കുറവായിരിക്കും. മനസ്സിലെ? നേരെ മറിച്ച് ഖദർ പഠിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര വലിയ എന്ത് കണ്ടുപിടിച്ച എന്തുണ്ടാക്കിയാലും വേണ്ടിയില്ലല്ലോ ഈ ദുനിയാവിൽ, അവന് മനസ്സിലാവും ഇതൊക്കെ എൻ്റെ റബ്ബ് വിധിച്ചതാണ്. അൽഹംദുലില്ലാ. കിബർ ഉണ്ടാവില്ല, അഹങ്കാരം ഉണ്ടാവില്ല. അഞ്ചാമതായി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാ, ഹൗനുൽ മസാഇബ് അലൽ അബ്ദി. ഖദർ, അള്ളാഹുവിന്റെ വിധി പഠിച്ച് മനസ്സിലാക്കിയവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ എന്ത് മുസീബത്തുകൾ വന്നാലും അത് തരണം ചെയ്യാൻ അവന് സാധിക്കും. അല്ലാതെ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ മാറത്തടിച്ച് അക്ഷമനായി അങ്ങനെ ഒരു ഇസ്ലാം പഠിപ്പിക്കാത്ത രൂപത്തിലേക്ക് ഒരിക്കലും അവന് പോവുകയില്ല. കാരണം എന്ത് മുസീബത്തുകൾ ഉണ്ടാവുമോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവന് മനസ്സിലാവും ഇതൊക്കെ എൻ്റെ റബ്ബിന്റെ വിധിയാണ്. അതൊരു ഹിക്മത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്തുണ്ട്, അവന് മനസ്സിലാവും. എന്ത് മുസീബത്തുണ്ട്, അപ്പൊ അത് അവന് തരണം ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആനിൽ സൂറത്തു തഗാബുനിലെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വമൻ യുഅ്മിൻ ബില്ലാഹ്, ആരാണോ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത്, യഹ്ദി ഖൽബഹു, അവന്റെ ഖൽബിന് അല്ലാഹു മാർഗദർശനം നൽകുമെന്നാണ് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് തഫ്സീറിൽ പറഞ്ഞത് കാണാം. ഐലിൽ യഖീൻ, നല്ല ദൃഢമായ ദീനിയായ ഉറച്ച ദീനിന്റെ ഒരു ദൃഢതയിലേക്ക് അല്ലാഹു അവന്റെ ഖൽബിന് തെളിയിക്കുമെന്നാണ്. അതിന്റെ വിശദീകരണത്തിൽ അൽഖമാ റഹ്മഹുല്ലാഹ് പറഞ്ഞത് കാണാം. അതിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? അതായത് ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അവന്റെ കൽബിനെ നേരായ നിലയ്ക്ക് നമ്മൾ നടത്തും, വഴി കാണിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അൽഖമാ റഹ്മഹുല്ലാഹ് പറയാൻ, ഹുവർ റജുൽ, അതൊരു മനുഷ്യനാണ്. തുസീബുഹുൽ മുസീബ, അവന് ദുനിയാവിൽ പല മുസീബത്തുകൾ ഉണ്ടാവും. മുസീബത്ത് മനസ്സിലായി, പരീക്ഷണങ്ങൾ, പല പ്രയാസങ്ങളും ഉണ്ടാവും. പക്ഷേ എന്ത് വലിയ പ്രയാസാകട്ടെ, എത്ര വലുതായിക്കോട്ടെ, ഫയഅലം, അതിറങ്ങും ഫയഅലം, അപ്പൊ അവന് മനസ്സിലാകും, അന്നഹാ മിൻ ഇൻദില്ലാഹ്, ഇതെന്റെ റബ്ബിൽ നിന്നാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ വിധിയാണ്, അവൻ തൃപ്തിപ്പെടുക, ഇതെന്റെ റബ്ബിൽ നിന്നാണ്. ഫയർദാ വയുസ്ലിം, അങ്ങനെ ആ വിധിയെ അവൻ തൃപ്തിപ്പെടുകയും അതിന് കീഴടങ്ങുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചാണ് അല്ലാഹു ഈ പറഞ്ഞത് എന്നാണ്. ഇതാർക്കെ കിട്ടൂ? ഒരു മുഅ്മിനെ കിട്ടൂ, തൗഹീദുള്ളവനെ കിട്ടൂ. അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന് ചെറിയ മുസീബത്ത് ഉണ്ടാവുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുറെ സമ്പത്തൊക്കെ ഉണ്ടാവും, ദുനിയാവില് വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാവും. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ജീവനൊടുക്കി, വിഷാദരോഗമായി അങ്ങനെ ജീവനൊടുക്കി, ദീനില്ല, ഇൽമില്ലാത്തത് കൊണ്ടാണ്. ഇത് വലിയൊരു ഖൈർ, അത് വലിയൊരു തൗഫീഖാണ് അള്ളാഹുവിന്റെ. എത്ര വലിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നോക്കി നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത ഖൈറാത്തുകളാണ്. എന്ത് മുസീബത്തുകളും ക്ഷമിക്കാനുള്ള കഴിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകി. അതുകൊണ്ട് കിട്ടുന്ന ഒരു ഗുണമാണ്. ആറാമതായി ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് പറഞ്ഞത് കാണാം, ഇദാഫത്തുൻ നിഅം ഇലാ മുസ്ദിഹാ. ഈ ഖദറിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ, ഖദറിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ അതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്താണെന്നറിയോ? നമുക്ക് ഈ ഗുണം ചെയ്തവരിലേക്ക് അത് ചേർത്തി പറയാൻ നമുക്ക് സാധിക്കും. പലപ്പോഴും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതൊക്കെ അവന്റെ വലിയ കാര്യമായിട്ട്, അവൻ ചെയ്യുന്ന വലിയ കാര്യമായിട്ട് ആൾക്കാർ പറയാം. അതിനപ്പുറം അവനാ കഴിവ് കൊടുത്ത, അവനാ ചെയ്യാനുള്ള പ്രവൃത്തിയെ പടച്ച അള്ളാഹുവിനെ ആരും ഓർക്കൂല. നേരെ മറിച്ച് ഖദർ പഠിച്ചവനെ സംബന്ധിച്ചിടത്തോളം എന്ത് നിയമത്തുകളും അത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാൻ അവന് സാധിക്കും. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയാ, ലിഅന്നക ഇദാ ലം തുഅ്മിൻ ബിൽ ഖദർ, ഖദറിൽ വിശ്വാസമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യും? നീ ഒരു ഖദറിൽ വിശ്വാസമില്ലാത്തവനാണെങ്കിൽ അദഫ്ത നിഅമ ഇലാ മൻ ബാശറൽ ഇൻആം, നിനക്കൊരു ഖൈർ തന്നു, ആരെങ്കിലും ഒരു ഖൈർ നൽകി, ഏതെങ്കിലും നിലയ്ക്ക് നിന്നെ സഹായിച്ചാൽ അവരിലേക്ക് ചേർത്ത് ഡയറക്റ്റ് നീ പറയൂ, അതിനപ്പുറമുള്ള അള്ളാഹുവിലേക്ക് നീ ചിന്തിക്കൂല.
വഹാദാ യൂജദു ശൈഖ് പറയാ വഹാദാ യൂജദു കസീറൻ ഫിൽ ലദീന യതസല്ലഫൂന ഇലൽ മുലൂകി വൽ ഉമറാഇ വൽ വുസറാ. ഇത് ഇന്ന് അധികവും രാജാക്കന്മാരിലേക്കും അമീറുമാരിലേക്കും മന്ത്രിമാരിലേക്കും ചെല്ലുന്ന അവരോടടുക്കുന്ന ധാരാളക്കണക്കിന് ആളുകൾ ഇന്ന് കാണാൻ സാധിക്കും. കാരണം എന്താ, അവർക്ക് ഒരു വലിയ സഹായം നൽകുമ്പോൾ അവരുടെ സഹായം വീണ്ടും കിട്ടാൻ പറ്റുമോ? നിങ്ങൾ ചില ആളുകൾ പറയല്ലേ, നീ വിവരമില്ലായ്മ കൊണ്ട് പലപ്പോഴും ആളുകൾ പറയും ദൈവമായി അവതരിച്ചു, എന്തെങ്കിലും രക്ഷിച്ചാലേ അവൻ ആ ദൈവമായി മുൻപിൽ വന്നു. സുബ്ഹാനല്ലാഹ്, ഇവരല്ലായിട്ടാണ്. മനസ്സിലുണ്ടോ? നമുക്ക് ഒരിക്കലും അറിയാൻ പാടുണ്ടോ? ഒരിക്കലും ഇല്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ ഒരു സബബാക്കി, കാരണമാക്കി. പക്ഷേ അവൻ എന്നെ വലിയൊരു അപകടത്തിൽ നിന്ന് ഒരാൾ എന്നെ രക്ഷപ്പെടുത്തിയ അവിടെ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. കാരണം അവൻ എന്നെ രക്ഷിച്ചു. ആ രക്ഷിക്കാനുള്ള അള്ളാഹു സുബ്ഹാനഹു തആല മുമ്പേ അള്ളാഹു ലൗഹുൽ മഹ്ഫൂദ് രേഖപ്പെടുത്തിയ കാര്യമാണ്. റബ്ബ് ഖദറാക്കിയതാണ് അവൻ എന്നെ എങ്ങനെ രക്ഷിക്കണം. അപ്പോ ആ അള്ളാഹുവിലേക്ക് ഖൈറിനെ ചേർത്തി പറയാൻ അവന് സാധിക്കും. അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം നീ ഒറ്റയടിക്കാൻ പറയൂ, നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കാര്യം പോക്കായിരുന്നു, നീ എൻ്റെ രക്ഷകനായി, ഇങ്ങനൊക്കെ ആളുകൾ പറയാ. അതിനപ്പുറം റബ്ബിലേക്ക് ആരും ചിന്തിക്കൂല. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതൊക്കെ ഇതുകൊണ്ട് കിട്ടുന്ന ഗുണമാണ്. എന്നാ ഒരാൾ നമുക്കൊരു ഖൈറ് തന്ന അവന് ശുക്ർ കാണിക്കാം. ഒരാൾ ഖൈറ് ചെയ്താ, നമുക്കൊരു നന്മ ചെയ്താ, എന്തെങ്കിലും സഹായിച്ചാൽ സ്വാഭാവികമായിട്ടും തിരിച്ചു നമുക്ക് എന്ത് ചെയ്യാം? അവന് നന്ദി കാണിക്കാം. പക്ഷെ അതിനപ്പുറം അതിനൊക്കെ സൃഷ്ടിച്ച റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയാണ് ആദ്യം അവിടെ ഉണ്ടാവേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഹദീസിൽ പറഞ്ഞതാണല്ലോ, മൻ സനഅ ഇലൈക്കും മഅറൂഫ ഫകാഫിഊ. ആരെങ്കിലും നിങ്ങൾക്ക് നന്മ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്തോളി? പ്രത്യുപകാരം നൽകിക്കോളി, ഒരു കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിന്റെയും അടിസ്ഥാനം ആരാണ്? നിങ്ങൾക്ക് ഒരു നന്ദി ചെയ്യുന്നവൻ എന്ന മനുഷ്യന്മാരാണെങ്കിൽ, സൃഷ്ടികാണെങ്കിൽ അതിൻ്റെ ഒക്കെ അടിസ്ഥാനം എവിടെ? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ അവന് സാധിക്കണം. ഏഴാമതായി ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറഞ്ഞു, അള്ളാഹു ഈ ഖദറിൽ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഹിക്മത്തിനെ ശരിക്ക് അവൻ മനസ്സിലാക്കാൻ സാധിക്കും. ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവുന്ന എന്ത് സംഭവങ്ങളാവട്ടെ, അത് ദുരന്തങ്ങളാവട്ടെ, അതല്ല മാറാ രോഗങ്ങളാവട്ടെ, ഖൈറുകളാവട്ടെ, എന്തായാലും എല്ലാത്തിലെയും അതിൽ അള്ളാഹുവിന് ഹിക്മത്തുണ്ട് എന്നവന് മനസ്സിലാക്കാൻ സാധിക്കും. ചില ആളുകൾ മുസീബത്തുകൾ കാണുമ്പോൾ ഇന്ന് ധാരാളക്കണക്കിന് ഈ നിരീശ്വരവാദത്തിലേക്ക് ഒരുപാട് ആ ഒരു ചിന്താഗതിയിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു അപകടം പറ്റിയാൽ അവർ പറയും അത് ദൈവമുണ്ടാക്കി, ദൈവം കാരണക്കാരൻ എന്ന് പറഞ്ഞ അള്ളാഹുവിനെ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് മാറാം. അതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 7 ഗുണങ്ങൾ ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി വാസിത്തിയുടെ ശറഹ് പറഞ്ഞതാണ്. നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. നമ്മൾ അറിയണം ഈ ഗുണങ്ങൾ. നമ്മൾ ഖദർ പഠിക്കുമ്പോഴേ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇനി ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. നമ്മൾ അല്ലാഹു പറഞ്ഞ അൽ ഈമാനു ബിൽ ഖദാഇ വൽ ഖദർ ഖൈരിഹി വശർരിഹി എന്നറിയും. നമ്മൾ മലയാളം പറയാൻ അങ്ങനെ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന്. പക്ഷെ അവിടെ നമ്മൾ ശരിക്കും ഇത് പലർക്കും അറിയില്ല. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാഹുവിൻ്റെ വിധി, അള്ളാഹുവിൻ്റെ പ്രവൃത്തിയിലേക്ക് വെച്ച് നോക്കുമ്പോൾ എല്ലാം ഹൈറായിരിക്കും. ഇത് ശരിക്കും നമ്മൾ പോയിന്റ് ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ദുനിയാവിൽ നിങ്ങൾ നോക്കി, ഇവിടെ ഷർറുകൾ ഉണ്ടാവും, പല ഷർറുകളും ഉണ്ടാവുന്നുണ്ട്, പല ഷർറുകൾ ഉണ്ടാവുന്നുണ്ട്, കുഫറുകൾ ഉണ്ടാവുന്നുണ്ട്, പല തിന്മകളും ഇവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? അള്ളാഹുവിലേക്ക് ഇത് ചേർത്ത് നോക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ഖദറിലേക്ക്, പ്രവൃത്തിയിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നടക്കുന്ന എന്ത് കാര്യങ്ങളാവട്ടെ, മുസീബത്തുകളാവട്ടെ, ഷർറാവട്ടെ, കുഫറാകട്ടെ, എന്താവട്ടെ, എല്ലാം അള്ളാഹുവിൻ്റെ പ്രവൃത്തിയിലേക്ക് വെച്ച് നോക്കുമ്പോൾ എന്താ? ഖൈറിനെ പറയാൻ പാടുള്ളൂ. അത് ഹിക്മത്തുണ്ട്. കാരണം ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ളയുടെ വാക്ക് നമ്മുടെ മനസ്സിലുണ്ടാവണം. അള്ളാഹു ആരാണ്? ഹക്കീമാണ്, തത്വജ്ഞാനി. നമ്മൾ മലയാളത്തിൽ തന്നെ നമ്മൾ ഒരാളെ കുറിച്ചൊരു തത്വജ്ഞാനി എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ ഉദ്ദേശം? ഒരു അതിൻ്റെ കാര്യങ്ങളെല്ലാം ഗുണങ്ങളൊക്കെ ആയത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ് മനുഷ്യനെ പറ്റി നമ്മൾ പറയുമ്പോൾ. അപ്പൊ അള്ളാഹു ഹക്കീമ എന്ന് പറയുമ്പോൾ ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള പറയാ, വെറുതെ അള്ളാഹു ഒരു കാര്യം സൃഷ്ടിക്കോ? ഇവിടെ കുറെ കുഫർ അടുക്കുന്നുണ്ട്, കുഫറുണ്ട്, ബിദ്അത്തുണ്ട്, ഹറാമുകൾ നടക്കുന്നുണ്ട്, കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, ഭൂകമ്പങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതിലൊക്കെ ഹിക്മത്തുണ്ട്. ഇതൊക്കെ അള്ളാഹു വെറുതെ ഉണ്ടാക്കുക?
ഒരിക്കലും വിശ്വസിക്കരുത്. വെറുതെ ഉണ്ടാക്കണോ? അല്ല, അതിലൊക്കെ അള്ളാഹുവിന്റെ ഹിക്മത്തുണ്ട്. അത് അതിനും പഠിച്ച് മനസ്സിലാക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഹിക്മത്ത്, ചില ഹിക്മത്ത് മനസ്സിലാകുന്നവരുണ്ടാവാം, മനസ്സിലാവാത്തവരുണ്ടാവാം, ചില നമുക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുയെ കുറിച്ചുള്ള എല്ലാം നമുക്കറിയാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ ദുർബലമായ ഈ തലച്ചോട്ടിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയും? ഒരിക്കലുമില്ല. ഇതിന്റെ തൊട്ട് ബേക്കുള്ള കാര്യം നമുക്ക് കാണാൻ കഴിയണ്ട. കുറച്ചപ്പുറത്ത് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെ അള്ളാഹു ഇതൊക്കെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രവർത്തനങ്ങളും അറിവുകളൊക്കെ എനിക്കറിയണം, കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ അത് വളരെ വിട്ടിട്ടാണ്. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു വിഷയമാണ്. അപ്പൊ ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഖൈരിഹി വശർരിഹി, തിന്മ നന്മ എന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്ന ഇവിടെ നടക്കുന്ന എല്ലാ തിന്മകളാവട്ടെ ഖൈറുകളാവട്ടെ എല്ലാം അള്ളാഹുലേക്ക് വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും? ഖൈറായിരിക്കും. ചില ഉദാഹരണം ഞാൻ പറയാം. പിന്നെ എവിടെയാണ് ഈ ഷർറ്? അത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത്. അള്ളാഹു ഇവിടെ കണക്കാക്കിയിട്ടുള്ള മഫ്ഊലുകൾ ഉണ്ടാവാം, ഇവിടെ കണക്കാക്കിയിട്ടുള്ള. അപ്പം നമ്മളിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഒരാൾക്ക് നിങ്ങൾക്കൊരു വലിയ രോഗമുണ്ടായി, അല്ലെ വലിയൊരു ഫിത്ന ബാധിച്ചു, അത് അള്ളാഹു വിധിച്ചത് തന്നെ. പക്ഷെ അള്ളാഹു നിങ്ങൾക്ക് ആ ഒരു രോഗം അല്ലെ എന്തെങ്കിലും മുസീബത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചു എന്നുള്ളത് അള്ളാഹുവിലേക്ക് നമ്മൾ വെച്ച് നോക്കുമ്പോൾ അത് ഖൈറാണ്, ഷർറാണോ? ഒരിക്കലും അല്ല. അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. അള്ളാഹുവിലേക്ക് വെച്ച് ഒരിക്കലും ഷെറുണ്ടാവില്ല. ഫുള്ള് ഖൈറായിരിക്കും, എല്ലാം ഖൈറായിരിക്കും. പക്ഷെ ഷെറ് പിന്നെ ആരിലേക്ക് വെച്ച് നോക്കുമ്പോ, നിങ്ങളുടെ സ്വന്തം നഫ്സിലേക്ക് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ മുസീബത്ത് എന്തായിരിക്കും? ഷെറ്. അങ്ങനെ പറയാൻ പാടുള്ളൂ. അതാണ് ഖൈരിഹി വശരിഹി എന്ന് പറഞ്ഞാൽ. മനസ്സിലായി നിങ്ങൾക്ക്? എല്ലാ കാര്യവും അതിന് ഉദാഹരണങ്ങൾ നമ്മൾ നോക്കുക. ഈ ഷെറായ കാര്യങ്ങൾ തന്നെ അപ്പൊ പലർക്കും പല പ്രയാസങ്ങൾ ഉണ്ടാവാം. അത് ചിലപ്പോൾ നമുക്ക് അതിന്റെ അപ്പുറം മസ്ലഹത്തുകൾ ഉണ്ടാവും. അതിനപ്പുറം മസ്ലഹത്ത്. ഉദാഹരണം, വ്യഭിചരിച്ചവനെ ശരിക്കും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. വ്യഭിചരിച്ചവൻ എന്ത് ചെയ്യും? എറിഞ്ഞു കൊല്ലും. അല്ലെ ആരോപണം നടത്തിയവനെ ചാട്ടവാറുകൊണ്ട് അടിക്കും. അങ്ങനൊക്കെ ചെയ്യുന്നില്ലേ? ഇത് കൊല്ലുക, ചാട്ടവാറുകൊണ്ട് അടിക്കുക എന്നുള്ളത് അവന്റെ ശരീരത്തിന് അവനിലേക്ക് വെച്ച് നോക്കുമ്പോൾ എന്താണത്? ഷർറാണോ ഖൈറാണോ? അവനിലേക്ക് വെച്ച് നോക്കുമ്പോൾ അതിന് സഹിക്കാൻ പറ്റും, അവൻ ഷർറാണ്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ അത് ഒരു നിലക്ക് നോക്കുമ്പോൾ എന്തായിരിക്കും? ഖൈറായിരിക്കും. അതെങ്ങനെ? അതുകൊണ്ട് ആഖിറത്തിലുള്ള ശിക്ഷയിൽ നിന്ന് അവന് രക്ഷപ്പെടും. മനസ്സിലാവുണ്ടോ? ആഖിറത്തിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്ന് അവൻ രക്ഷപ്പെടുക. അതിന് മനസ്സിലാവുണ്ടോ പറഞ്ഞങ്ങൾക്ക്? അതപ്പോ അതിന് ഇദാഫിയ എന്ന് പണ്ഡിതന്മാർ പൊതുവെ പറയും. ഇദാഫിയ ഒരു നിലക്ക് നോക്കുമ്പോൾ ചിലത് ഷർറായിരിക്കും, പക്ഷെ ഒരു നിലക്ക് നോക്കുമ്പോൾ അതെന്തായിരിക്കും? ഖൈറായിരിക്കും. പടി കിട്ടുക, വേദന ഉണ്ടാവുക, അല്ലെ എറിഞ്ഞു കൊല്ലാന്നൊക്കെ നോക്കുമ്പോൾ ഒരു നിലക്ക് അവനിലേക്ക് അതെന്താണ്? ഷെറാണ്. പക്ഷേ വേറൊരു നിലക്ക് നോക്കുമ്പോൾ അതെന്താണ്? ഖൈറായിരിക്കും. അങ്ങനെ എല്ലാത്തൊരു ഹിക്മത്ത് ഉണ്ടാവും. വെറുതെ ഇവിടെ കുഫർ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയായിട്ട് മുഅ്മിനാക്കിയാൽ പോരെ? പക്ഷെ അതൊരു ഹിക്മത്തുണ്ട്. ഇവിടെ കുഫർ ഉണ്ടാവണം. അള്ളാഹുവിന്റെ ഹിക്മത്താണ്. അത് അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടല്ല. ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. അപ്പൊ ഇവിടെ കുഫർ സംഭവിക്കുന്നുണ്ട്, പക്ഷെ അതിൽ മസ്ലഹത്തുണ്ട്. എന്താ? കുഫർ സംഭവിക്കുമ്പോഴാണ് അവന് ഈമാനിന്റെ പ്രാധാന്യം മനസ്സിലാവുക, ഈമാന്റെ ഗുണം മനസ്സിലാവുക. അതേപോലെ അതിൽ മറ്റു മസ്ലഹത്തുകളുണ്ട്. എന്താണ്? തിന്മകൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്തിഗ്ഫാറുകൾ നടക്കുന്നുണ്ട്, തൗബ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഏതെങ്കിലും നമുക്ക് മനസ്സിലാവുന്നില്ലേ? അതിലൊക്കെ ഹിക്മത്തുണ്ട്. അള്ളാഹു അബസ വെറുതെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. മനസ്സിലായി നിങ്ങൾക്ക്? മനസ്സിലായില്ലേ? അപ്പൊ നന്മയിലും തിന്മയിലും വിശ്വസിക്കാന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിലാക്കണം, ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കുഫ്ര, എന്ത് തിന്മ ആയിക്കോട്ടെ, അതെല്ലാം അള്ളാഹു വിധിച്ചതാണ്, യാതൊരു സംശയവുമില്ല. ആ വിധിച്ചത് മോശമാണെന്ന് പറയാൻ പറ്റുമോ? അള്ളാഹുലേക്ക് വെച്ച് നോക്കുമ്പോ ഒരിക്കലുമില്ല. എങ്ങനെ പറയാ? അള്ളാഹുവിന്റെ പ്രവൃത്തി അതെന്താണ്? അത് ഖൈറാണ്. മനസ്സിലാവുണ്ടോ? നോക്കി, സഹറൽ ഫസാദു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിരുന്നാ സഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലൊക്കെ കുഴപ്പങ്ങളുണ്ട്. എന്താ കാരണം? അവിടെ എന്താ? ജനങ്ങളുടെ കരങ്ങൾ അവൾ ചെയ്ത തിന്മയുടെ ഫലമായിട്ടാണ്. ഇനി നോക്കി, അവിടെയുണ്ട് വേറൊരു മസലത്ത്. എന്താ? അവർ മടങ്ങാൻ, ആയത്ത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാ? അവർ മടങ്ങാൻ വേണ്ടി. അപ്പോൾ ആ തിന്മയിൽ നിന്ന് അവർ മടങ്ങി ഖൈറിലേക്ക് തൗബ ചെയ്തു വരും. അപ്പൊ ഇങ്ങനെ എല്ലാത്തിനും ഹിക്മത്തുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിലേക്ക് ഒരിക്കലും ഷർറ് ചേർത്തി പറയാൻ പാടില്ല. അള്ളാഹു ഇവിടെ വിധിക്കുന്ന എല്ലാ കാര്യങ്ങളും റബ്ബിന്റെ പ്രവൃത്തിയിലേക്ക് വെച്ച് നോക്കുമ്പോൾ എന്താണ്? ഖൈർ എന്നാ പറയാ. എങ്ങനെ പറയാ? ഖൈർ എന്നാ പറയുന്നത്. ഹിക്മത്തുണ്ട്. നേരെ മറിച്ച് അത് ആരുടെ മേലാണോ സംഭവിക്കുന്നത് അവനിലേക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഷർറ് എന്ന് പറയാ. മനസ്സിലായില്ലേ? മനസ്സിലായി നിങ്ങൾക്ക്? അത് നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ്, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നോക്ക, ഈ ഖദറിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് ധാരാളം സംസാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും.
പ്രധാനപ്പെട്ട നമ്മുടെ വിശ്വാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം കൂടിയാണ് ഖദറിലെ വിശ്വാസം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഷൈഇൻ ബിഖദർ, എല്ലാം നടക്കുന്ന അല്ലാഹുവിന്റെ വിധി അനുസരിച്ചാണ്. ഹത്തൽ അജ്സു വൽ കൈസു, ഇത് ദുർബലത, നല്ല ബുദ്ധി കൂർമ്മത, ഇതെല്ലാം അള്ളാഹിന്റെ ഖദർ അനുസരിച്ച് ഇവിടെ സംഭവിക്കും. അള്ളാഹിന്റെ ഖദർ, അള്ളാഹ് അറിയാതെ, അള്ളാഹിന്റെ ഖദറില്ലാതെ ഒരു കടുകുമണി പോലും ഒന്നും ഇവിടെ നടക്കുന്നില്ല. അത് സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ആജിസി വൽ കസൽ. നമ്മൾ ദുആ ചെയ്യണം എന്താ? അല്ലാഹുവേ, നിന്നോട് ഞാൻ അശക്തി, കഴിവില്ലായ്മയിൽ നിന്നും അതേപോലെ അലസതയിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ഇതിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ, ധാരാളം ആയത്തുകൾ ഖദറുമായി ബന്ധപ്പെട്ട് ഖുർആനിലുണ്ട്. എല്ലാം നമുക്ക് പറയാന്ന് പറഞ്ഞാൽ നമ്മുടെ സമയത്തിന് അത് യോജിക്കൂല, സമയം ധാരാളം വേണ്ടി വരും. ഇപ്പൊ ഖുർആനിൽ തന്നെ അല്ലാഹു വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറാ എന്ന് അഹ്സാബിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിന്റെ എല്ലാ കാര്യങ്ങളും ഖദറൻ മഖ്ദൂറാ, അള്ളാഹ് കണക്കാക്കപ്പെട്ട വിധിയാണ്. അതേപോലത്തെ ഇന്നാ കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദർ, എല്ലാത്തിനെയും നമ്മുടെ ഖദറിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. ധാരാളം ആയത്തുകൾ കാണാൻ സാധിക്കും, ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ വലീദ്, ആരാണ് വലീദ്? വലിയ ഉന്നത സഹാബിയായിരുന്ന ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. അദ്ദേഹം പറയാൻ, ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദ് ഉദ്ധരിച്ച ഒരു സംഭവമാണ്. അപ്പോ വലീദ്, അദ്ദേഹം മകൻ, ദഖൽതു അലാ വാലിദി യൗമൻ, എന്റെ വാപ്പാന്റെ അടുക്കലേക്ക് ഞാൻ ഒരു ദിവസം ചെന്നു. വഅന അതഖായലു ഫീഹിൽ മൗത്ത്, വാപ്പാന്റെ അവസ്ഥ, ഞാൻ മരണത്തിന്റെ രോഗം ഇങ്ങനെ മൂർജിച്ചിട്ട് നല്ല രോഗമായിട്ട് ഇങ്ങനെ ഒരു മരണത്തിന്റെ ആ ഒരു അവസ്ഥയിലാണ്. അങ്ങനെ ഉപ്പാന്റെ അടുക്കലേക്ക് ഞാൻ ചെന്നു. എന്നിട്ട് ഉപ്പാനോട് പറഞ്ഞു, യാ അബത്താ, എന്റെ പൊന്നു പിതാവേ, ഔസിനി വജ്തഹിദ് ലീ, എന്റെ പൊന്നു പിതാവേ, എനിക്ക് വസിയത്ത് നൽകണം, എനിക്ക് വസിയത്ത് നൽകുന്ന വിഷയത്തിൽ നിങ്ങൾ പരിശ്രമിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോ നല്ല രോഗത്തിന് അങ്ങേയറ്റം ദുർബലമായ ഒരു അവസ്ഥയിലുള്ളത്. അപ്പോ സഹാബിയായ ഉപ്പയായ ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹു പറയാൻ, അജ്ലിസൂനി, എന്നെ നിങ്ങളെ പിടിച്ചിരുത്തി. അങ്ങനെ ഫഅജ്ലസൂഹു, അവർ സഹാബിയെ ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, യാ ബുനയ്യ, എന്റെ പൊന്നു മകനെ, ഇഅലം, നീ ശരിക്കും മനസ്സിലാക്കണം. ഇഅലം എന്ന് പറഞ്ഞാൽ നീ ശരിക്കും മനസ്സിലാക്കണം. അന്നക ലൻ തബ്ലുഗ സ്വരീഹൽ ഈമാനി വ ഹഖീഖത്തൽ മഅരിഫത്തി ബില്ലാഹ്, യഥാർത്ഥ നിലക്ക് നിനക്ക് അല്ലാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ, അതേപോലെ യഥാർത്ഥ നിലക്കുള്ള ഈമാനും അല്ലാഹുവിനെ കുറിച്ചുള്ള പരിപൂർണമായ അറിവും നിനക്ക് ഏതുവരെ അത് മനസ്സിലാക്കണമെങ്കിൽ, ഹത്താ തുഅ്മിന ബിൽ ഖദരി കുല്ലിഹി ഖൈരിഹി വ ശർരിഹി മിൻ അല്ലാഹി തആല, എല്ലാ ഖൈറും ശർറും അള്ളാഹുവിൽ നിന്നാണ്, അള്ളാഹുവിന്റെ വിധി അനുസരിച്ചാണ് എന്ന് വിശ്വസിക്കുന്നത് വരെ അള്ളാഹുവെ കുറിച്ചുള്ള പരിപൂർണമായ അറിവും വ്യക്തമായ പരിപൂർണമായ ഈമാനെ കുറിച്ചും നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ്. അപ്പൊ അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ ഖദറിലെ വിശ്വാസം നിനക്ക് വേണം എന്നാണ്. അപ്പോ മകൻ ചോദിച്ചു, വകൈഫ ആരിഫുൽ ഖദറ ഖൈറഹു വശറഹു മിനല്ലാഹ്, എങ്ങനെയാണ് അള്ളാഹുവിൽ നിന്നാണ് ഈ ഷർറും ഖൈറും ഉണ്ടാവുക? അതെങ്ങനെയാണ് ഞാൻ വിശ്വസിക്കേണ്ടത്? അപ്പോ ഉപ്പ പറഞ്ഞു, അൻതഅലമ അന്നമാ അസ്വാബക ലം യകുൻ ലിയുഖ്തിഅക, അള്ളാഹു നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കണമെന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നിന്നിൽ തെറ്റിപ്പോവില്ല. ലോകത്തെല്ലാവരും ഒരുമിച്ച് കൂടിയാലും ശരി, അത് തെറ്റിപ്പോകൂല. വമാ അഖ്തഅക ലം യകുൻ ലിയുസീബക, നിനക്കെന്ന കാര്യം സംഭവിക്കരുത് എന്നാണ് അള്ളാഹു കണക്കാക്കിയിട്ടുള്ളതെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ആളുകൾ കൂടിയാലും നിനക്കത് എന്ത് ചെയ്യൂല? സംഭവിക്കുകയില്ല. എന്നിട്ട് പറഞ്ഞു, യാ ബുനയ്യ, എന്റെ പൊന്നുമകനെ, ഇന്നക ഇമിത്ത അലാ ഗൈരി ദാലിക ദഖൽതന്നാർ, ഈ വിശ്വാസത്തിൽ അല്ലാതെയാണ് നീ മരിച്ചു പോകുന്നതെങ്കിൽ നീ നരകത്തിൽ പ്രവേശിക്കുമെന്ന്. അവസാനം അതിന്റെ മുമ്പ് ഉപ്പ പറയുന്നുണ്ട്, ഫഇന്നി സമഅതു റസൂലല്ലാഹ്, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, ഇന്ന അവ്വല മാ ഖലഖല്ലാഹു അൽ ഖലം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം സൃഷ്ടിച്ചത് പേനയാണ്. ഖാല ലഹു, എന്നിട്ട് ആ പേനയോട് പറഞ്ഞു, ഉക്തുബ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പേന നമ്മെ സംബന്ധിച്ചിടത്തോളം പേന ഇതൊക്കെ എന്താ? നിർജീവ വസ്തുവാണ്. പക്ഷെ അള്ളാഹുവിലേക്ക് വെച്ച് നോക്കുമ്പോ അത് ബുദ്ധിയുള്ളതായിരിക്കും. പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിലേക്ക് വെച്ച് നോക്കുമ്പോ അതൊക്കെ എന്തായിരിക്കും? ആഖിലായിരിക്കും. അതുകൊണ്ട് അള്ളാഹു പേനയോട് പറഞ്ഞത് എന്താ? ഉക്തുബ്, നീ എഴുതി.
നരകത്തോടുള്ള പറഞ്ഞില്ലേ, നരകത്തോടുള്ള സംസാരിച്ചിട്ടുണ്ട്, പർവ്വതത്തോട് സംസാരിച്ചിട്ടുണ്ട്, തീയോട് കൂനി ബർദൻ വസലാമ. അപ്പൊ നിർജീവല്ലേ? നമ്മെ സംബന്ധിച്ച് നിർജീവമാണെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ച് അതൊക്കെ എന്തായിരിക്കും? ആഖിൽ, ബുദ്ധിയുള്ളതായിരിക്കും എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മനസ്സിലായില്ലേ? ഞാൻ അപ്പോ എഴുതാൻ പറഞ്ഞു. അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് കലം. അത് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു അർഷാണ്. ചില ആളുകൾ പറഞ്ഞു ഇത് രണ്ടും ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മൾ കാണുന്ന വിഷയത്തിൽ കലമാണ് ആദ്യം സൃഷ്ടിച്ചത്. പക്ഷെ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞു ആദ്യം സൃഷ്ടിച്ചതാണ് അർഷാണ്. നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല. ഏതായാലും അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അള്ളാഹു ആലം. ഏതായാലും എന്നിട്ട് പറഞ്ഞു ഉക്തുബ്, നീ എഴുതേ. അപ്പോ പേന ചോദിച്ചു ഒമാ കിത്തും, പേന ചോദിക്കാം ഞാൻ എന്താ എഴുതണ്ടേ? ഖാല ഉക്തുബ് മാ ഹുവ കാഇനുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവനും എന്ത് എഴുതണം? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പ്രത്യേകം പറയുന്നുണ്ട്, ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവനും എന്താണ് എവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്? ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. പക്ഷേ ഖിയാമത്ത് നാളിന് ശേഷം ഇതുവരെ ഖിയാമത്ത് നാൾ വരെ ഉള്ളതിനേക്കാളും ധാരാളം സംഭവങ്ങൾ സംഭവിക്കാൻ പോകുന്നത് എപ്പോഴാണ്? ഖിയാമത്ത് നാളിന് ശേഷമാണ്, പരലോകത്താണ്, അല്ലെ? പക്ഷെ അതെല്ലാം ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഖുർആനും സുന്നത്തും അത് നമുക്ക് അറിയിച്ചു തരുന്നില്ല. അല്ലാഹു അലം. മനസ്സിലാവുണ്ടോ? ഇവിടെ എന്താ? ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ കാര്യങ്ങൾ എവിടെ ഉണ്ട്? ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. അതിന് ശേഷമുള്ള കാര്യങ്ങൾ ധാരാളക്കണക്കിനുണ്ട്. അത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അല്ലാഹു അലം. മനസ്സിലാവുണ്ടോ? അപ്പൊ അത് ഇതൊക്കെ ഖദാ ഖദറുമായി ബന്ധപ്പെട്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ഹദീസുകളാണ്. മഹാനായ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ, അൽ ഖദറു എന്ന് പറഞ്ഞ ഖുദ്റത്തുള്ള അള്ളാഹിന്റെ കൈവാൻ. ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കുന്നതും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഖദർ എന്ന് പറയുമ്പോൾ എന്താ? അത് റബ്ബിന്റെ ഖുദ്റത്തിനെ, കഴിവിനെ അറിയിക്കുന്ന ഒരു കാര്യം തന്നെ, യാതൊരു സംശയവുമില്ല. മഹാനായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, അൽ ഖദറു നിസാമുത് തൗഹീദ്. മറ്റു വിഷയം പോലെ അല്ല. ചിലപ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധ കൊടുക്കണം, ശരിക്കും നമ്മൾ പഠിക്കേണ്ടിയാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞതുപോലെ ചിന്തിച്ച ആളുകൾ വഴിതെറ്റി പോകുന്നത് ധാരാളം ആൾക്കാരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് അവസാനം ഞാൻ അതിന്റെ കാരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലായോ? പല കാര്യങ്ങളും ചിന്തിച്ച് വഴിതെറ്റി പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ പൊതുവെ നമ്മൾ ചിലപ്പോൾ കേൾക്കാത്തത് കൊണ്ട് മറ്റു വിഷയം കേൾക്കുന്നത് പോലെയല്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ പഠിക്കേണ്ട കാര്യമാണെന്ന് പ്രാധാന്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചു. അപ്പൊ അൽ ഖദർ എന്ന് പറഞ്ഞാൽ നിസാമുത് തൗഹീദ്. എന്താണ്? തൗഹീദിന്റെ മുഖ്യ കേന്ദ്രം, വലിയ ഒരു വ്യവസ്ഥയാണ്. തൗഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്. ഫമൻ ആമന ബില്ലാഹ്, ഒരാൾ അല്ലാഹുവിൽ വിശ്വസിച്ചു, എന്നാ വകല്ലബ ബിൽ ഖദർ, ഖദറിനെ അവൻ എന്ത് ചെയ്തു? നിഷേധിച്ചു. നഖദ തക്ദീബുഹു തൗഹീദഹു, അവന്റെ ഈ വ്യാജമാക്കൽ അവന്റെ തൗഹീദിനെ പൊളിച്ചു കളഞ്ഞു. അള്ളാഹുവിൽ വിശ്വസിച്ചിട്ട് കാര്യമുണ്ടോ? ഒരാൾ അള്ളാഹുവിൽ വിശ്വസിച്ചു, കിതാബുകളിൽ വിശ്വസിച്ചു, അമ്പിയാക്കന്മാരിൽ ഖിയാമത്തുള്ള എല്ലാത്തിലൊക്കെ വിശ്വസിച്ചു, പക്ഷെ ഖദറിൽ വിശ്വാസമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖദറിൽ വിശ്വാസമല്ല. അവൻ മുസ്ലിം ആവുമോ? ഇല്ല. മുസ്ലിം ആവുമോ? ഒരിക്കലുമില്ല. ഇമാം ശാഫിഈ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കവിത, കിതാബുകളിലൊക്കെ വരുന്ന പ്രസിദ്ധമായ ഒരു കവിതയാണ്. ഇമാമുന ശാഫിഈ റഹ്മഹുല്ലാഹ് പറഞ്ഞു, മാ ശിഅത കാന വഇല്ലം അശ, അല്ലാഹുവേ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും ശരി, നീ എന്താണോ ഉദ്ദേശിച്ചത് അത് ഉണ്ടാവുക തന്നെ ചെയ്യും. അത് അല്ലാഹ് എന്താണോ ഉദ്ദേശിച്ചത് അത് നടക്കും, നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും. വമാ ശിഅതു ഇല്ലം തശഅ ലം യകുൻ, അല്ലാഹുവേ ഞാനൊരു കാര്യം ഉദ്ദേശിച്ചു, പക്ഷെ അല്ലാഹു ഉദ്ദേശിച്ചില്ല, നടക്കുമോ? ഒന്നും ഉണ്ടാവില്ല. ഖലഖ്തൽ ഇബാദ അലാ മാ അലിംതഹു വഫിൽ ഇൽമി യജ്രിൽ ഫതാ വൽ മുസിൻ, ഈ ലോകത്തുള്ള അടിമകളെ എല്ലാം അല്ലാഹുവേ നിന്റെ അറിവിന് അനുസൃതമായാണ് നീ സൃഷ്ടിച്ചിട്ടുള്ളത്. നിന്റെ ഇൽമിന്റെ, നിന്റെ അറിവിന് കീഴാണ് എല്ലാ പ്രായമുള്ളവരും ചെറുപ്പക്കാരും എല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം ആരുമില്ല. എല്ലാം അല്ലാഹുവിന്റെ അറിവിന്റെ താഴെയാണ്. അതിന് എല്ലാവരെ കുറിച്ചും റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അലാദാ മനൻത വഹാദാ ഖസൽത വഹാദാ അഅൻത വദാലം തുഇൻ, ഇതനുസരിച്ച് അല്ലാഹുവിന്റെ വിധി അനുസരിച്ച്, അല്ലാഹുവിന്റെ അറിവനുസരിച്ചാണ് നീ ഒരാൾക്ക് നിഅമത്ത്, അനുഗ്രഹങ്ങൾ നൽകുന്നു. ചില ആളുകളെ നിന്യനാക്കുന്നു, ചിലരെ സഹായിക്കുന്നു, ചിലരെ സഹായിക്കുന്നില്ല. ഇതൊക്കെ റബ്ബിന്റെ ഹിക്മത്ത് അനുസരിച്ചാണ്. ചിലരെ സഹായിക്കും, ചില കാഫിരീങ്ങളാവും, ചിലർ മുസ്ലിമീങ്ങളാവും. ഇതൊക്കെ റബ്ബിന്റെ ഹിക്മത്ത് യുക്തിക്കനുസരിച്ചാണ്. ഫമിൻഹും ശഖിയ്യും വമിൻഹും സഈദ് വമിൻഹും ഖബീഹും വമിൻഹും ഹസൻ, അവരിൽ ഭാഗ്യം കെട്ടവരുണ്ട്, നല്ല ഭാഗ്യമുള്ള സൗഭാഗ്യവാന്മാരുണ്ട്, മ്ലേച്ഛനുണ്ട്, നല്ല ആളുകളുണ്ട്. അപ്പൊ ഇതെല്ലാം അല്ലാഹുവിന്റെ ഖദറിന്റെ കീഴിലാണ് എന്ന് ചുരുക്കം. മനസ്സിലായോ? ഇതൊക്കെ ഖദറിന്റെ പ്രാധാന്യത്തെ അറിയിക്കുന്ന ഹദീസുകളാണ്.
ഇനി അള്ളാഹുവിന്റെ ഖദറുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പം പ്രധാനമായും അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 മർത്തബകളാണ്. ഇത് ശരിക്കും നമ്മൾ പഠിക്കേണ്ട 4 മർത്തബകളാണ് ഖദാ വൽ ഖദറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 4 മർത്തബകൾ. അതിൽ ഏറ്റവും ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇൽമാണ്. ഖദറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ 4 മർത്തബകളാണ്, 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലൊന്നെന്താ? ഇൽമാൻ. ഇൽമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെയുള്ള അതല്ല, പിന്നെ എല്ലാ കാര്യങ്ങളും, അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും, ഉണ്ടാവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഒരു അണു പോലും റബ്ബിന്റെ ഇൽമിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടോ? ഇല്ല. പക്ഷെ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. വലിയ അപകടം. ലോകത്ത് അള്ളാഹു അറിയാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന പിഴച്ച കക്ഷികൾ ആദ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് അത് ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എല്ലാ ഇൽമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഈ ലോകത്തുണ്ടാവാൻ പോകുന്ന നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു എന്താണ്? അറിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ അറിവില്ലാതെ ഇവിടെ ഒരു കാര്യവും നടക്കൂല. വിശുദ്ധ ഖുർആൻ തെളിവുകൾ ധാരാളം കാണാം. വിശുദ്ധ ഖുർആൻ സൂറത്തു സബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അൽഹംദുലില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വലഹുൽ ഹംദു ഫിൽ ആഖിറ വഹുവൽ ഹകീമുൽ ഖബീർ. എന്നിട്ട് അല്ലാഹു പറയാ, യഅലമു മാ യലിജു ഫിൽ അർദ്, ഭൂമിയിൽ പ്രവേശിക്കുന്നതെല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. മഴ, ഭൂമിയിൽ പ്രവേശിച്ച മഴ ആവട്ടെ, ജീവജാലങ്ങൾ എന്തൊക്കെ ഉണ്ടോ എല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. വമാ യഖ്റുജു മിൻഹാ, ആ ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നതും സസ്യങ്ങളാവട്ടെ, ചിലപ്പോൾ ചില ജന്തുക്കൾ ഭൂമിക്കടിയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്, എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല അറിയുന്നുണ്ട്. വമാ യൻസിലു മിനസ് സമാ, ആകാശത്തു നിന്ന് ഇറങ്ങി വരുന്ന റിസ്ഖാവട്ടെ, മറ്റു അല്ലാഹു കണക്കാക്കിയ കാര്യങ്ങളാവട്ടെ എല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. വമാ യർജു ഫിഹാ, ആകാശത്തിലേക്ക് കയറി പോകുന്നതും അല്ലാഹു അറിയുന്നുണ്ട്. എന്താണത്? മലായിക്കത്തുകളാവട്ടെ, ആകാശത്തിലേക്ക് കയറി പോകുന്ന മലായിക്കത്തുകൾ, റൂഹുകൾ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സബയിൽ പറയുന്ന ധാരാളം ആയത്തുകൾ ഇനിയുമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണമായി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഒന്നാമതായി നമ്മൾ വിശ്വസിക്കേണ്ടത്, അള്ളാഹുവിന്റെ വിധിയുള്ള വിശ്വാസത്തിൽ ഒന്നാമത് നമ്മൾ അറിയേണ്ട കാര്യം എന്താണ്? എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ ഇൽമിനാൽ ചുറ്റപ്പെട്ടതാണ്. അതിനപ്പുറം ഒന്നുമില്ല. കാരണം റബ്ബാണോ സൃഷ്ടിച്ചവനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിച്ചവൻ ഉണ്ടാവേണ്ട ഗുണമാണെന്ത്? സൃഷ്ടിച്ചവയെ കുറിച്ചെല്ലാം അറിയണമല്ലോ. ഈ ലോകവും അതിലുള്ള എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ ഓരോന്നും ഇതിലപ്പം എന്തായാലും ഇത്ര ഉറുമ്പുകളാവട്ടെ, മണൽത്തരികളാവട്ടെ, മരത്തിൽ നിന്ന് ഒരു ഇല ഇങ്ങനെ കൊഴിഞ്ഞിങ്ങനെ വീകുന്നത് പോലും എല്ലാം അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ടതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ അപ്പോൾ ഒരു റബ്ബാവണമെങ്കിൽ, ഖാലിഖാവണമെങ്കിൽ അതിൻ്റെ ഒരു യോഗ്യത ആണ് എന്ത്? താൻ സൃഷ്ടിക്കുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും അറിവുണ്ടാവണം. അതുകൊണ്ടാണല്ലോ ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാ, അദ്ദേഹം നിരീശ്വരവാദികളുമായി സംബന്ധിച്ച പല കാര്യങ്ങളും ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ബാറക്കല്ലാഹ്. അതിൽ അൽഹംദുലില്ലാഹ് ധാരാളം അദ്ദേഹത്തിൻ്റെ ഈ നിരീശ്വരവാദികളെ ഉത്തരം മുട്ടിക്കുന്ന രീതിയിലുള്ള മറുപടികൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ചില കാര്യങ്ങളുമാണ് ഞാൻ പറയാം. ഇപ്പോൾ ഒരു മുൽഹിദ് വന്നിട്ട് ചരിത്രങ്ങൾ കാണാൻ പറ്റും. ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലയോട് ചോദിച്ചു, പറയാൻ, അൻത തസ്ഉമു അന്ന അല്ലാഹ ഹുവ വഹ്ദഹു അൽ ഖാലിഖ്, അല്ല നീ വാദിക്കുന്നത് അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ് എന്നാണ്, അള്ളാഹു മാത്രമാണ് ഖാലിഖ് എന്നാണോ നീ വാദിക്കുന്നത്? ഇമാം അബൂ ഹനീഫ പറഞ്ഞു, നഅം, അതെ, അള്ളാഹു മാത്രമാണ് ഖാലിഖ്. കാരണം അള്ളാഹുവാണ് ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കാൻ റബ്ബിന് മാത്രമേ സാധിക്കൂ. ബാക്കി എല്ലാവരും അള്ളാഹു നൽകിയ സബബുകൾ സ്വീകരിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കൂ. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കാൻ ലോകത്താർക്കും സാധിക്കുകയില്ല. അപ്പോ ഈ മുൽഹിദ് നിരീശ്വരവാദി പറഞ്ഞു, അന അസ്തതിഉ അൻ അഖ്ലുഖ്, എന്നാ മനസ്സിലാക്കിക്കോ, എനിക്കും സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോ ഇമാം അബൂ ഹനീഫ ചോദിക്കുക, അൻത തഖ്ലുഖ്, നീ സൃഷ്ടിക്കേ? അപ്പോ നിരീശ്വരവാദി പറഞ്ഞു, ഞാൻ സൃഷ്ടിക്കും പറഞ്ഞു. അപ്പോ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ, ഈ നിരീശ്വരവാദി ഇമാം അബൂ ഹനീഫനെയും കൊണ്ട് ഒരു മരത്തിന്റെ അടുക്കലേക്ക് പോയി. ഫശഖ ശൈഅൻ മിൻഹാ സുമ്മ അഖദ ഖിത്അത ലഹ്മിൻ, മരത്തിന്റെ അടുക്ക പോയിട്ട് ആ മരം ചെയ്തു ഒന്ന് തുളച്ചു, ചെറിയൊരു ദ്വാരം ഉണ്ടാക്കി. എന്നിട്ട് ചെറിയ ഒരു മാംസ കഷ്ണം എടുത്തു. എന്നിട്ട് വദസ്സഹു ഫി സഖബ്, എന്നിട്ട് അതിന്റെ മരത്തിൽ തുളയിലിട്ടിട്ട് ആ മാംസ കഷ്ണം ഇട്ടിട്ട് എന്ത് ചെയ്തു? അടച്ചു കളഞ്ഞു.
അങ്ങനെ അദ്ദേഹം അത് അല്ലദീസനാളം അദ്ദേഹം അടച്ചു കളഞ്ഞു. അങ്ങനെ ചരിത്രം കാണാം. എന്നിട്ട് അബൂ ഹനീഫനോട് പറഞ്ഞു കുറച്ച് സമയം വെയിറ്റ് ചെയ്യും. അങ്ങനെ 30 ദിവസം, ഒരു മാസം കഴിഞ്ഞു. അബൂ ഹനീഫനെയും കൂട്ടി മൂപ്പരെന്ത് ചെയ്തു? ഈ നിരീശ്വരവാദി ആ മരത്തിൻ്റെ ഉള്ളിൽ മാംസകഷ്ണം വെച്ച് മൂടിയനല്ലോ, അങ്ങോട്ട് പോയി. അങ്ങനെ മൂടി തുറന്നു. മൂടി തുറന്നപ്പോ അതാ കുറെ ആ മൂടി ഇങ്ങോട്ട് തുറന്നപ്പോ ധാരാളം പുഴുക്കൾ ഇങ്ങനെ വരിക. പുഴുക്കൾ, മാംസകഷ്ണം മരത്തിൻ്റെ ഉള്ളിൽ വെച്ചാല് ധാരാളം പുഴുക്കൾ വരുന്നുണ്ട്. അപ്പോ ഈ നിരീശ്വരവാദി ഇമാം അബൂ ഹനീഫനോട് പറഞ്ഞു, എന്താ ഇപ്പൊ നമ്മള് അല്ല, നമ്മളിപ്പോ ഇറച്ചി ഒരു മാസം മുമ്പ് അവിടെ വെച്ചല്ലോ, ആ വെക്കുമ്പോ ഇവിടെ ഈ പുഴുക്കൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അബൂ ഹനീഫനോട്. അപ്പൊ അബൂ ഹനീഫ പറഞ്ഞു, ഇല്ല പുഴുക്കളൊന്നുമില്ല, നമ്മൾ ഇറച്ചി മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോ വീണ്ടും അദ്ദേഹം ചോദിക്കുക, ഹൽ തറാ മൗദിഅൻ യുംകിനു ലിദ്ദൂദി അൻ യദ്ഖുല മിൻ ഖിലാലിഹി വഖദ് സദദ്ന അൽ മകാൻ. അല്ല, നമ്മൾ ഇത് വെക്കുമ്പോ പുഴുക്കൾക്ക് കയറാനുള്ള വല്ല ദ്വാരവും അവിടെ ഉണ്ടായിരുന്നോ? നമ്മൾ അത്രക്കും നല്ല നിലക്ക് അതിനെ പൂർണ്ണമായി അടച്ചതല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അബൂ ഹനീഫ പറഞ്ഞു അതെ അടച്ചതാണ്, ഒരു ദ്വാരമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോ ഈ നിരീശ്വരവാദി പറഞ്ഞു, ഇന്നി അനല്ലദീ ഖലഖതു. കണ്ടില്ലേ, നീ പറഞ്ഞല്ലോ അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ്, അപ്പൊ ഞാനും സൃഷ്ടാവാണ്. എന്തേ? പുഴുക്കളെ ഞാൻ സൃഷ്ടിച്ചു. ഇനി ശ്രദ്ധിക്കണേ, ഈ മഹാനായ അബൂ ഹനീഫ റഹ്മഹുല്ലാഹ്, അള്ളാഹു കൊടുക്കുന്ന ഖൈറാൻ. ഉടനടി അബൂ ഹനീഫന്റെ ചോദ്യം, എന്താണ് ഖാലിഖാണല്ലേ? അൽ ഖാലിഖാവുമ്പോ അൽ ഖാലിഖു യഅരിഫു ഖൽഖഹ് അലൈസ കദാലിക്. അല്ല, സൃഷ്ടാവാണ്, പിന്നെ സൃഷ്ടിച്ചവയെ സംബന്ധിച്ച് എന്തായാലും അറിവുണ്ടാവുമല്ലോ, അങ്ങനെ തന്നെ അല്ലേ എന്ന് ചോദിച്ചു. ഒരു കാര്യം സൃഷ്ടിക്കുമ്പോ ആ സൃഷ്ടിച്ച സാധനത്തെ കുറിച്ച് അറിവുണ്ടാവണല്ലോ, അതങ്ങനെ തന്നെയല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പര് പറഞ്ഞു, നിരീശ്വരവാദി പറഞ്ഞു അതെ. അപ്പോ അബൂ ഹനീഫന്റെ അടുത്ത ചോദ്യം, ശരി, ഈ പുഴുക്കളെ നീയാണ് സൃഷ്ടിച്ചെന്ന് പറഞ്ഞല്ലോ, കാര്യം ചെയ്, ആ പുഴുക്കൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചു. പുഴുക്കളെ എണ്ണ എത്ര ഉണ്ടെന്ന് ചോദിച്ചു. ഉത്തരം മുട്ടിയാൻ തരും ലാതിരി, എനിക്കറിയില്ലാറു. അപ്പോ അടുത്ത ചോദ്യം ഇമാം ഹനീഫ ചോദിച്ചു, ശരി പോട്ടെ, അല്ല, അതിൽ എത്ര ആണും അതിൽ എത്ര പെണ്ണും ഉണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പർ ഉത്തരം മുട്ടി, ലാതിരി, എനിക്കറിയില്ല. ശരി, അടുത്ത ചോദ്യം പോട്ടെ, മാഹി ആജാലുഹ, എന്നാ വേണ്ട, ഇവരുടെ ആയുസ് എത്രയാണ് ഒന്ന് പറയും. ആരാണ് ആദ്യം മരിക്കുക? ഇതൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ആദ്യം ചത്തുപോയതാണ് ലാതിരി, അതൊന്നും എനിക്കറിയില്ല. അടുത്തത്, ശരി, ഇതിന് ആദ്യം ഉണ്ടായ പുഴ ഏതാണ്, പിന്നെ ഉണ്ടായത് ഏതാണ്? ഉത്തരമുട്ടി. മൂപ്പർക്ക് മറുപടി ഉണ്ടാ, ഒന്നുമില്ല. അപ്പോ സുബ്ഹാനല്ലാഹ്, അബൂ ഹനീഫ പറഞ്ഞു, നീ വാദിക്കുന്നത് അന്നക ഖാലിഖുൻ അലീമുൻ ബിഖൽഖിക, നീയാണിത് സൃഷ്ടിച്ചവൻ സൃഷ്ടാവും നീ പറയുന്നത്. പക്ഷെ നിനക്ക് അതിന്റെ അവധിയും അതിലെത്ര ആണ് പെണ്ണ് ഉണ്ട് എന്നറിയില്ല, അതിന്റെ എത്ര ആരാണ് ആദ്യം ഉണ്ടായത് നിനക്കറിയില്ല. വലിയ അത്ഭുതല്ലേ? ആ നിരീശ്വരവാദി എന്ത് ചെയ്തു? ഉത്തരം മുട്ടിപ്പോയി. ഉണ്ടാ. അപ്പൊ ഒരു ഖാലിഖിനെ സംബന്ധിച്ചിടത്തോളം ഖാലിഖിനുണ്ടാവേണ്ട യോഗ്യതയാണ് എന്ത്? ഖാലിഖിനുണ്ടാവേണ്ട യോഗ്യതയാണ് സൃഷ്ടിച്ചവയെ കുറിച്ച് എല്ലാത്തിനെ കുറിച്ചുള്ള അറിവുണ്ടാവണമെന്ന്. സൃഷ്ടിച്ചവയെ കുറിച്ചുള്ള എല്ലാത്തിനെ കുറിച്ചുള്ള അറിവുണ്ടാവണം. പറയണ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമല്ലോ. ഇമാം അബൂ ഹനീഫന്റെ എങ്ങനെയുള്ള നല്ല നല്ല ഈ പ്രകൃതിവാദികൾക്ക് കൊടുത്ത മറുപടികൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മറ്റു ചില കാര്യങ്ങൾ കൂടി ഞാൻ വേണം സൂചിപ്പിക്കാൻ. ഒരു മുൽഹിദ് വന്ന്, ഒരു വലിയ സംഭവമാണ്, ഞാൻ ചുരുക്കി പറയാം. അത് ഇമാം അബൂ ഹനീഫനോട് ചോദിച്ചു, ഹൽ റഅയ്ത റബ്ബക്, അല്ല നീ നിന്റെ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? പ്രകൃതിവാദി, നിരീശ്വരവാദി ചോദിക്കാം. അപ്പൊ അബൂ ഹനീഫ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, റബ്ബി ലാ തുദ്രിക്കുൽ അബ്സാർ വഹു യുദ്രിക്കുൽ അബ്സാർ. അള്ളാഹുവിനെ ആർക്കും കണ്ടെത്താൻ കഴിയൂല, അള്ളാഹു എല്ലാവരെയും കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നിരീശ്വരവാദി പറഞ്ഞു, ഈ ജാതി സംസാരമൊന്നും നമ്മൾ വിശ്വസിക്കൂല, അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. നമ്മൾ പ്രകൃതിയിൽ വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് വല്ല ഉദാഹരണം ഈ പറ എന്ന് മൂപ്പര് പറഞ്ഞു, നിരീശ്വരവാദി. അപ്പൊ അബൂ ഹനീഫ മറുപടി കൊടുക്കുക, നോക്കി, നല്ല ഹിക്മത്ത് അനുസരിച്ച്. അള്ളാഹിനെ കാണുന്നില്ലാലോ. അപ്പോൾ ചോദിച്ചു, ഇമാം അബൂ ഹനീഫ ചോദിച്ചു, ഇദാ കുൻതും ജുലൂസൻ ഇൻദ റജുലിൻ ഹദറതുഹു സക്കറാത്തുൽ മൗത്ത്, അല്ല നിങ്ങൾ നല്ല മരണശയ്യയിൽ കിടക്കുന്ന സക്കറാത്തുൽ മൗത്തിലുള്ള ഒരാളുടെ അടുക്കൽ ഇങ്ങനെ ഇരിക്കാൻ, ഫൈൻദമാ യമൂത്തു റജുലു മാദാ യഖ്റുജു മിൻഹു, അങ്ങനെ ആ മനുഷ്യൻ ഇങ്ങനെ മരിക്കുമ്പോ അദ്ദേഹത്തിൽ നിന്ന് എന്താണ് പുറത്തു പോകുന്നത്? അബൂ ഹനീഫന്റെ ചോദ്യം. അപ്പോ അവൻ പറഞ്ഞു, തഖ്റുജു റൂഹു, എന്താ
അദ്ദേഹത്തിന്റെ റൂഹ് പുറത്തു പോകും. അപ്പൊ അബൂ ഹനീഫന്റെ റഹ്മഹുള്ളയുടെ അടുത്ത ചോദ്യം, അത് ശരി, റൂഹുകളുടെ മുമ്പ് കൂടെ അല്ലേ പോണേ, ഫഹൽ തറൗനഹ, ആ റൂഹ് ഈ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. മൂപ്പര് പറഞ്ഞില്ല, ഇല്ല. അപ്പോ ഇമാം അബൂ ഹനീഫന്റെ മറുപടി, ശരി, ഈ റൂഹിനെ സൃഷ്ടിച്ചതാരാണ്? അള്ളാഹു ആണ്. അപ്പൊ അള്ളാഹു സൃഷ്ടിച്ച റൂഹിനെ നിനക്ക് കാണാൻ കഴിയുന്നില്ല. ഫകൈഫ തറൗനൽ ഖാലിഖ്, പിന്നെ അതിനെ സൃഷ്ടിച്ച ഖാലിഖിനെ എങ്ങനെ കാണാൻ സാധിക്കാൻ? മനസ്സിലായി നിങ്ങൾക്ക്? അല്ലല്ലോ, വേറും ധാരാളം സംഭവങ്ങൾ കാണാൻ സാധിക്കും. മറ്റൊരു സ്ഥലത്ത് ഇമാം അബൂ ഹനീഫനോട് ചോദിച്ചു, ഇമാം അബൂ ഹനീഫനോട് നിരീശ്വരവാദികൾ ചോദിച്ചു, ഫി അയ്യിത്തിജാഹി യത്തജിഹു റബ്ബ്, നിന്റെ ഏത് വശത്തോട്ടാണ് തിരിയേണ്ടത്, നിന്റെ റബ്ബിന്റെ ഏത് വശത്തേക്കാണ് നീ തിരിയേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോ ഇമാം അബൂ ഹനീഫ ഖുർആനിൽ ആയത്ത് ഓതി, ഫഅൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്, നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും അള്ളാഹുവിന്റെ വജ്ഹ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. എവിടെ തിരിഞ്ഞാലും അള്ളാഹുവിന്റെ വജ്ഹ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ നിന്റെ റബ്ബ്, അപ്പോ നിരീശ്വരവാദി പറഞ്ഞു, ഖുർആനിൽ നമ്മൾ വിശ്വസിക്കൂല, ആയത്തല്ല ഓതിയെ, എവിടേക്ക് തിരിഞ്ഞാലും നിന്റെ റബ്ബിന്റെ വജ്ഹ് അവിടെ ഉണ്ട് പറഞ്ഞു. അപ്പൊ ഖുർആനിൽ നമ്മൾ വിശ്വസിക്കൂല, പ്രകൃതിയിൽ നിന്ന് വല്ല തെളിവും കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അപ്പോ ഇമാം അബൂ ഹനീഫ പറഞ്ഞു, നല്ല ഇരുട്ടുള്ളൊരു മുറിയിൽ നീ ഒരു വിളക്ക് കത്തിക്കുമ്പോ ഏത് വശത്തു നിന്നാണ് എനിക്ക് പ്രകാശം കിട്ടുക? നല്ല ഇരുട്ടുള്ള മുറിയാ, അതിന്റെ സെൻട്രൽ കൊണ്ടുപോയി ഒരു വിളക്കത്തിക്കുമ്പോ പിന്നെ സ്വാഭാവികമായിട്ടും വെളിച്ചം എവിടെ ഉണ്ടാവും? എല്ലാ ഭാഗത്തും ഉണ്ടാവും. ഒന്ന ഭാഗത്തേക്ക് നിന്നുണ്ടോ? ഇല്ല. അപ്പൊ അബൂ ഹനീഫ പറഞ്ഞു, അല്ലാഹ്, ഇതിങ്ങനാണെങ്കിൽ എന്റെ റബ്ബ്, നിങ്ങൾ ഏത് വശത്തോട് തിരിഞ്ഞാലും എന്റെ റബ്ബ് ഫസമ്മ വജ്ഹുല്ലാഹ്, വജ്ഹ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വേറെയും കുറെ സംഭവങ്ങൾ കാണാൻ പറ്റും. നിരീശ്വരവാദികൾ വന്നിട്ട് ഇമാം അബൂ ഹനീഫയോട് ചോദിച്ചു, അല്ല, നിങ്ങളെ ദീനിൽ പറയുന്നത്, സമയമില്ലാത്തതുകൊണ്ട് അറബി വാക്കാം, നിരീശ്വരവാദികളൊന്ന് ചോദിച്ചു, ജിന്നിനെ തീ കൊണ്ടാണല്ലോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, ജിന്നിനെ നാറ് കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഈ നാറ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവൻ എങ്ങനെ നാറ് കൊണ്ട് ശിക്ഷിക്കുക? നരകം കൊണ്ടേ, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവൻ എങ്ങനെയാണ് തീ കൊണ്ട് ശിക്ഷിക്കുക എന്ന് ചോദിച്ചു. അപ്പൊ ഇമാം അബൂ ഹനീഫ പറഞ്ഞു, ഇത് പ്രകൃതിയിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇമാം അബൂ ഹനീഫ ഇങ്ങനെ കുഞ്ഞിട്ടൊരു ഖാലിബൻ, ഒരു മണ്ണിന്റെ കട്ടെടുത്തു, എന്നിട്ട് മൂപ്പരാളെ തലക്കടി കൊടുത്തു. അപ്പോൾ ചോദിച്ചാൽ എന്താണ് അബൂ ഹനീഫ നിങ്ങൾ കാണിക്കുന്നത്? അപ്പൊ അബൂ ഹനീഫ പറഞ്ഞു, ഇതൊരു പ്രകൃതിയിൽ നിന്ന് തന്നെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഉദാഹരണമാണ്. കാരണം ഇത് മൺകട്ടല്ലേ, ഈ മൺകട്ട എന്നോണ്ടുണ്ടാക്കിയത് മണ്ണോണ്ടാ. അപ്പോ നിങ്ങൾ നോക്കി, മണ്ണോട് സൃഷ്ടിക്കപ്പെട്ടവനെ മൺകട്ട കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ശിക്ഷിച്ച്. മനുഷ്യന് തീർന്നാണല്ലോ, മണ്ണിൽ നിന്നാണല്ലോ. അപ്പൊ അവനെന്ത് ചെയ്യാം? നമുക്ക് ഒരു മണ്ണ് കട്ടോണ്ട് തലക്കടിച്ചാല് ഓന് വേദന ആകുന്നുണ്ട്. അപ്പൊ പിന്നെ പ്രകാരം തന്നെയാണ് നാറ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നാറ് കൊണ്ട് ശിക്ഷിക്കുമെന്നാണ്. ഇങ്ങനെ ഈ അബൂ ഹനീഫന്റെ ഉത്തരം കേട്ടിട്ട് അവസാനം ഇവർ അത്ഭുതപ്പെട്ടു എന്നാ. എത്രത്തോളം എന്ന് അവർ ചോദിച്ചു, യാ അബാ ഹനീഫ, അല്ല അബൂ ഹനീഫ, ദുല്ലനി അലാ ശൈഖിക, താങ്കളുടെ ഷെയ്ഖിനും നമുക്ക് പറഞ്ഞു തരണം. എന്തിനു വേണ്ടിയാ? ആ ഷെയ്ഖിന്റെ ഇരു കാൽപാദങ്ങൾക്ക് താഴെ ഒരു ശിഷ്യനായി ഞാൻ മാറും എന്ന് പോലും അവർ പറഞ്ഞു ഈ മറുപടി കേട്ടിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ അബൂ ഹനീഫന്റെ നല്ല ഹിക്മത്തോടു കൂടിയുള്ള മറുപടികളാ. അപ്പോൾ ഇതിൽ നമ്മൾ പറയാൻ കാരണം, അള്ളാഹു റബ്ബ് ഖാലിഖിന്റെ യോഗ്യതയാണ് എല്ലാത്തിനെ കുറിച്ചും അറിയുക എന്നുള്ളത്. ഇനി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ പിഴച്ചുപോയ കക്ഷികളുണ്ട്. ആദ്യ കാലഘട്ടത്തിലെ ഖദരിയ മുഅ്തസിലപ്പെട്ട ഖദരിയാക്കൾ അവരെന്ത് ചെയ്തറിയോ? അള്ളാഹുവിന്റെ ഇൽമിനെ നിഷേധിച്ചു. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട, അള്ളാഹുവിന്റെ ഇൽമിനെയും അള്ളാഹുവിന്റെ കിതാബ് രണ്ടാമത്തെ ഘട്ടം നമ്മൾ പറയും. ആദ്യ ഇൽമ്, അള്ളാഹു എല്ലാം അറിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലുണ്ടോ? ഖദറുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഈ 4 കാര്യങ്ങളാണ്. ഒന്നെന്താ? അള്ളാഹു എല്ലാം അറിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രണ്ടിനെ നിഷേധിച്ച ആളുള്ള ഖദരിയാക്കൾ അവരെന്ത് പറഞ്ഞറിയോ? ഒരു മനുഷ്യൻ നിങ്ങൾ തിന്നാണ്, അല്ല കുടിക്കാൻ, ഇരിക്കാൻ, അവൻ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുന്നതിന് മുമ്പ് അവൻ ഇരിക്കുമെന്നൊരറിവ് ആർക്കില്ല? അള്ളാഹുവിനില്ല. സുബ്ഹാനല്ലാഹ്. ഇത് ഖദരിയാക്കളെ വിശ്വാസമായിരുന്നു, അതിൽ കവിഞ്ഞ ആളുകളായിരുന്നു. മനസ്സിലാവുണ്ടോ? അപ്പോ അള്ളാഹുവിനെ അറിഞ്ഞാലല്ലേ സ്വാഭാവികമായിട്ടും അറിവും കിതാബത്തിന്റെ ആവശ്യമുള്ളൂ.
അപ്പൊ അള്ളാഹുവിന് ഇൽമില്ല. അതുകൊണ്ട് ഈ മുഅ്തസിലി ആദ്യകാലത്തെ ഈ ഖദരിയാക്കൾ മുഅ്തസിലിയാക്കൾ അവരെന്ത് ചെയ്തു? അള്ളാഹുവിന്റെ ഇൽമിനെയും കിതാബത്തിനെയും നിഷേധിച്ചു. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പൊ എഴുന്നേറ്റിപ്പോ അടുത്ത പദ്ധതി എന്താണോ അത് ചെയ്യുമ്പോഴേ അള്ളാഹു അറിയാം, അതിന്റെ മുമ്പ് ആരറിയൂല? അള്ളാഹു അറിയൂല. മനസ്സിലാവുന്നുണ്ടോ? അള്ളാഹു അറിയില്ല. മനസ്സിലായോ? യാപറ. പിന്നെ പിൽക്കാലക്കാർ പിന്നെ വന്ന മുഅ്തസിലിയാക്കൾ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഖദരിയാക്കൾ ചിലർ പറഞ്ഞു അവർ അള്ളാഹുവിന്റെ അറിവിനെയും ഇൽമിനെയും കിതാബത്തിനെയും ഒക്കെ അവർ അംഗീകരിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാം അറിയും, അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇനി നമ്മൾ പറയാൻ പോകുന്ന 4 മർത്തബല്ല പറഞ്ഞേ, ഈ 4 അവർ എന്ത് ചെയ്തിട്ടുണ്ട്? നിഷേധിച്ചിട്ടുണ്ട്. അതെന്താ? മശീഅത്ത്, അള്ളാഹുവിന്റെ ഉദ്ദേശത്തെയും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെയും അവർ നിഷേധിച്ചു. മനസ്സിലാണോ? അതുകൊണ്ട് ആ മുഅ്തസിലിയാക്കൾ എന്ത് പറഞ്ഞെന്നറിയോ? ഒരു മനുഷ്യൻ ഒരു പ്രവൃത്തി ചെയ്യുമ്പം അത് പൂർണ്ണമായും ആ പ്രവൃത്തി, നിങ്ങളിപ്പോ ഞാൻ അവിടെ അങ്ങനെ ഇരിക്കാൻ, ഈ ഇരിക്കുന്ന പ്രവൃത്തിയുടെ സൃഷ്ടാവ് ആ പ്രവൃത്തി ശരിക്കും അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താ? ആ പ്രവൃത്തിയൊക്കെ നമുക്ക് സൃഷ്ടിച്ചതാരാണ്? അള്ളാഹുവാണ്. പക്ഷെ ഈ ഖദരിയാക്കൾ മുഅ്തസിലിയാക്കൾ എന്താ പറയാ? അവർ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക, ഈ ഇരിക്കുമ്പോൾ ഈ ഇരിക്കാനുള്ള കഴിവും ഈ കഴിവും അതേപോലെ ഇരുത്തുള്ള പ്രവൃത്തിയും അത് സൃഷ്ടിച്ചതാരാണ്? ഞാൻ തന്നെ, പരിപൂർണമായും ഞാൻ തന്നെയാണ് ഖാലിഖ്. അപ്പൊ അള്ളാഹുനെന്തു അള്ളാഹുനെ അറിയാം. പിന്നെ വന്നോലെ, പക്ഷേ അവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തി, മനുഷ്യൻ ചെയ്യുന്ന, അള്ളാഹിന്റെ പ്രവൃത്തിയല്ല, മനുഷ്യൻ ചെയ്യുന്ന സൃഷ്ടികൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അവര് തന്നെയാണ് സൃഷ്ടിക്കുന്നത്, അവര് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അവര് തന്നെയാണ് സൃഷ്ടിക്കുന്നത് എന്ന വാദം ആര് പറഞ്ഞു? ഖദരിയാക്കൾ. ഈ വാദം ഒന്നും പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്. ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സിലാവുണ്ടോ? അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ അവിടെ സംഭവിക്കുന്നത്? അള്ളാഹു അല്ലാതെ അവരെന്താക്കണം? വേറെ സ്വതന്ത്ര സൃഷ്ടാവിനുണ്ടാക്കുക, റുബൂബിയത്തിൽ പങ്കെടുക്കുക. അതുകൊണ്ടാണ് ഈ ഖദരിയാക്കളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മജൂസ്, എന്താ ഈ ഉമ്മത്തിലെ അഗ്നി ആരാധകർ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അഗ്നി ആരാധകരുടെ വിശ്വാസം എന്താ? അവർക്ക് 2 സൃഷ്ടാവാ. എന്താ? നൂറ് പടച്ചത് ഏതാ? അല്ല, ഖൈറ് പടച്ചത് എന്താ പറയാ? ഖൈറിനെ പഠിച്ചത് നൂറ്, പ്രകാശമാണ്. ഷർറിനെ പഠിച്ചത് എന്താണ്? ദുൽമ്, ഇരുട്ടാൻ. ഇതാണ് ആരുടെ വിശ്വാസം? അഗ്നി ആരാധകരുടെ വിശ്വാസം. നന്മ ഖൈറ് പടച്ചത് സൃഷ്ടിച്ചത് ആരാണ്? പ്രകാശവും. തിന്മ സൃഷ്ടിച്ചത് ഇരുട്ടും. അപ്പൊ അവരെന്താക്കി? ഖാലിഖായ റബ്ബിന് പുറം മറ്റൊരു സൃഷ്ടാവിനുണ്ടാക്കി. മനസ്സിലാവുണ്ടോ? എന്നതുപോലെ ഈ ഖദരിയാക്കൾ എന്ന് പറഞ്ഞു, നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി, ആ ഉദ്ദേശവും ആ പ്രവൃത്തിന്റെയും സൃഷ്ടാവ്, യഥാർത്ഥ ഫായിൽ അവൻ തന്നെയാണ്, അള്ളാഹു അല്ല എന്നവർ പറഞ്ഞു. മനസ്സിലുണ്ടോ? അപ്പൊ അതെന്ത് ചെയ്തു? അള്ളാഹുവിന് പുറമെ ധാരാളം ഖാലിഖുകൾ ഉണ്ടായി. നിങ്ങളെ പ്രവർത്തനം ചെയ്യുമ്പോൾ നിങ്ങളാണ് ഖാലിഖ്, അങ്ങനെ ഓരോരുത്തർ ചെയ്യുമ്പോൾ അവരെന്നാണ് ഖാലിഖ്. അതാണ് അങ്ങനെ മനസ്സിലാവുണ്ടെങ്കിൽ മനസ്സിലായല്ലോ സംഭവം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാനുള്ള കാരണം. മനസ്സിലായോ? ഇനി മറ്റൊരു കക്ഷികളുണ്ട്, അതായത് ഇതോട് പറഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പോൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൽമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഇൽമിനപ്പുറം ഒന്നുമില്ല. അതിൽ പേച്ചു പോയവരാണ് ആര്? നേരത്തെ പറഞ്ഞ ഖദരിയാക്കൾ. ശരി, രണ്ടാമത്തെ അസ്ൽ എന്ന് പറഞ്ഞ അൽ കിതാബ്, അൽ ഈമാനു ബിൽ കിതാബ്. ഈ പറഞ്ഞതെല്ലാം അള്ളാഹു സുബ്ഹാനഹു, സമയം കുറവായതോട് ചുരുക്കി പറയാം, ഇത് മനസ്സിലാക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളും, അഥവാ അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. അതെല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തത്? ഖിയാമത്ത് നാൾ വരെ നടക്കാൻ പോകുന്നത് ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമി മുബീൻ. അവിടെ ഇമാം എന്ന് പറഞ്ഞാൽ ഏതാ?